സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞു. എന്നെ ആ സമയത്ത് എല്ലാവരും സംഖ്യയാക്കി. പക്ഷേ ഞാൻ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. കെ എം മാണി പോയി. ജോസ് കെ മാണി എന്ന് പോകുമെന്ന് നോക്കാം എൽ ഡി എഫിലേക്ക്. അദ്ദേഹം എൽ ഡി എഫിലേക്ക് തന്നെ പോയി. ഒരു അവസരം നിയമസഭയിൽ കിട്ടിയാൽ ഞാൻ ഒരിക്കലും വേണ്ടെന്നൊന്നും വെക്കുന്ന ഒരാളല്ല. സി പി എം പറ്റില്ല. സി പി എമ്മിൽ എനിക്ക് പറ്റത്തില്ല. ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒട്ടും വർക്കാകത്തില്ല. വർഗീയത ആർക്കാ ഇല്ലാത്തത്? ഞാൻ നാളിതുവരെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കേട്ടോ. ഞാൻ ഒരു സംശയം വേടനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ചോട്ടെ. വേടൻ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് 10 ലക്ഷവും കിട്ടണം, എനിക്ക് റീച്ചും കിട്ടണം, ഞാൻ നന്മമരവും ആവണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇതിന് ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ദയനീയത വിറ്റ് കാശാക്കുകയാണ്. ദളിതൻ്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ? ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണില്ലമ്മ എന്ന് കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതിയതാണ്. അല്ലാതെ മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്ന അവസ്ഥകളും നമ്മുടെ നാടിൻ്റെ അവസ്ഥകളും എഴുതുമ്പോൾ ടൂളായി മാറാതിരിക്കട്ടെ വേടനെ പോലുള്ളവർ. വേടനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കൂടി നിങ്ങൾ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. രോഹിത്തിന് മിണ്ടാൻ പറ്റുമോ നാളെ? എനിക്ക് പറ്റില്ല. നിനക്കെന്നല്ല, കേരളത്തിൽ വലിയൊരു ശതമാനം ജനതയും നിശബ്ദരാക്കപ്പെട്ടു പോയനെ. ഈ യൂട്യൂബിൽ എന്നെ എതിർത്ത ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടും, നിങ്ങൾക്ക് അഖിൽമാരെ ജയിലിൽ പോയാൽ നിങ്ങൾക്കൊരു മനസ്സും കിട്ടും. കാര്യം രക്ഷപ്പെട്ടവനോട് തോന്നുന്ന സ്വാഭാവിക. എല്ലാ ദിവസവും കാറുകൾ വാങ്ങും. എല്ലാ ദിവസവും മീൻസ് വില കൂടിയ കാറുകൾ വാങ്ങും. എല്ലാ ദിവസവും പറമ്പിലെങ്ങനെ നിൽക്കുമോടാ ഞാൻ. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാറിൻ്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ തലയ്ക്ക് കിട്ടിയ ഒരടി, ആ അടിയുടെ വേദനയിൽ കുറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എൻ്റെ നാട്ടിലുള്ളവരെയും അല്ലാത്തവരെയും എന്നെ വന്ന് കണ്ടിട്ടുള്ളവരെയും അടക്കം ഏറ്റവും കുറഞ്ഞത്, അത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ രോഹിത്തിനെ കൊണ്ടുപോയി ഞാൻ ഓരോ വീട്ടിലും കയറ്റി ഞാൻ കാണിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാ മനുഷ്യരുടെയും തകർച്ചയാണ് ആഘോഷമാക്കുന്നത്, സക്സസ് ആഘോഷമാക്കാറില്ല. ജോർജുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ പണി സിനിമ പകുതിയായ സമയത്ത് ഈ 2026 ഏപ്രിൽ മെയ് മാസത്തിൽ കാണാം. എന്തായിരിക്കും കാണേണ്ടി വരിക? അത് അൾട്ടിമേറ്റ്ലി ഞാൻ എഴുതുമ്പോൾ ഉദ്ദേശിച്ചത്, പൊതുവേ എന്നെ എതിർക്കുന്ന എല്ലാവരും ഒരു വർഷത്തിനിപ്പുറം പരാജയപ്പെടുന്ന ചരിത്രം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഏത് വിഷയം എടുത്തു എപ്പോഴും വിജയമായി തന്നെ നിൽക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉണ്ടോ? അല്ല, ഈ വിജയവും പരാജയവും ഞാൻ ഉന്നയിക്കുന്ന വിഷയത്തിലാണ്. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് ബിഗ് ബോസുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ബിഗ് ബോസിൽ എന്നെ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാർ കൂട്ടമായി എതിർത്ത സമയത്ത് പുറത്ത് നിൽക്കുന്ന ജനത അനുകൂലിച്ചു. എനിക്ക് അനുകൂലമായി വോട്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് എൻ്റെ ശരിതെറ്റുകളെ വെളിയിൽ നിന്ന് വിലയിരുത്തിയിട്ട് ഞാനാണ് ശരിയെന്ന് സമൂഹത്തിന് മനസ്സിലായി. ഇപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം, ഞാൻ നേർക്കുനേരെ സമൂഹമായിട്ട് ഇങ്ങനെ അടിക്കുക. അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞതാണോ അവർ പറയുന്നതാണോ ശരിയെന്ന്. അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കഴിയണം. ഇപ്പം സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞു. എന്നെ ആ സമയത്ത് എല്ലാവരും സംഖ്യയാക്കി. പക്ഷേ ഞാൻ പറഞ്ഞത് അതുപോലെ സംഭവിച്ചു. കാരണം ഞാൻ എൻ്റെ കെ എം മാണി സാർ മരിച്ചു. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എഴുതി, കെ എം മാണി പോയി. ജോസ് കെ മാണി എന്ന് പോകുമെന്ന് നോക്കാം എൽ ഡി എഫിലേക്ക്. അദ്ദേഹം എൽ ഡി എഫിലേക്ക് തന്നെ പോയി. ADMK, അതായത് ADMK കൂടി ഈ NDAയിലേക്ക് പോകുന്നതോടെ UPA പൂർണ്ണമായും ചത്തിരിക്കും. ഇതാണ് ഒറ്റ വരിയുള്ളൂ. ADMK പോയി. മുൻകൂട്ടി എഴുതിയതാട്ടോ. കർണാടകത്തിൽ സിദ്ധരാമയ്യ അധികാരത്തിൽ വന്നു. അതല്ല, കുമാരസ്വാമി മുഖ്യമന്ത്രിയായി. ഞാൻ തലേ ദിവസം മുഖ്യമന്ത്രി ആവുന്നതിന് 2 ദിവസം മുമ്പ് ഞാനൊരു പോസ്റ്റ് എഴുതി, കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാം എന്ന് സിദ്ധരാമയ്യ പറഞ്ഞത് കോൺഗ്രസ് താഴെ പോകും എന്നുള്ള ഉറച്ച ഉദ്ദേശത്തിൽ തന്നെയാണ്. ഒറ്റ വർഷം മാത്രമേ അവിടെ അധികാരത്തിൽ കോൺഗ്രസ് തുടരൂ. ഒരു വർഷം കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ ഈ പാർട്ടി, ഈ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോവും. ഒരു വർഷം കഴിയുന്നതോടുകൂടി BJP ശക്തമായ രീതിയിൽ തിരിച്ചു വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ തൂത്തുവരും. 2018 പറഞ്ഞതാണ്. ഇങ്ങനെ എൻ്റെ പൊളിറ്റിക്കൽ നിരീക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിൽ ശരിയെന്ന് തോന്നിയിട്ടുള്ള സമയങ്ങളിലൊക്കെ തന്നെ എന്നെ എതിർത്തിട്ടുള്ള ആൾക്കാരെല്ലാം പിന്നീട് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിലാണ് സത്യത്തിൽ ഞാനിത് ഈ 2026 മെയ് ഞാൻ 2 കമൻസ് ചെയ്യാൻ കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എൻ്റെ അടുത്ത് നിന്ന്, അഖിലെ, എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ്.
ഇപ്പോൾ ഒരു എം എൽ എയുടെ ജോലി എന്താ? അൾട്ടിമേറ്റ്ലി ഒരു എം എൽ എയുടെ ജോലി ആ നിയോജക മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയുക, ആ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. അവിടെ ഇപ്പം ബി ജെ പിയിലാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ എത്രയോ വേദികളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മതപരമായ ഭിന്നത സൃഷ്ടിക്കുന്ന ഒരു കാര്യങ്ങളും എനിക്ക് എൻ്റെ ജീവിതകാലത്ത് പറയാൻ പറ്റത്തില്ല. അതിന് ഞാൻ ഇനി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നാലും എനിക്കത് പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. നേതാക്കന്മാരുമായിട്ടെല്ലാം വളരെ നല്ല വ്യക്തിബന്ധമുള്ള ഒരാളുമാണ് ഞാൻ. അവർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർക്ക് ഞാൻ പ്രയോജനപ്പെടുന്ന ഒരാളാണെന്ന് അവർക്ക് തോന്നിയാൽ അഖിൽ മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിൽ ജയിക്കും, അഖിൽ പാർട്ടിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നതാണ്. അപ്പം കുറേ പേര് പറയും അവൻ സംഘീയല്ലേ. ഞാൻ ദേശീയബോധമുള്ളൊരു ഹിന്ദുവാണ് ഞാൻ. എനിക്ക് ഈ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന പോപ്പുലർ ഫ്രണ്ടിനോടോ SDP എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ ഒരു പ്രസ്താവന കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് വീണാൽ ന്യായീകരിക്കാൻ പറ്റില്ല. അതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? നമ്മൾ അതിനെ ന്യായീകരിക്കുകയല്ല, തെറ്റിനെ നമ്മൾ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ഇപ്പം അത്തരം ചില വിഷയങ്ങൾ വരുന്ന സമയത്ത് കോൺഗ്രസ് തിരിച്ചാണ് നിലപാടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് മാനസികമായ ബുദ്ധിമുട്ട് വരും. ഇതൊക്കെ മുൻകൂട്ടി ഉള്ള ഒരാളാണ് ഞാൻ. അതേസമയം ഞാൻ ശക്തമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. പിണറായിക്കെതിരെ ആഞ്ഞടിക്കാൻ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെറ്റുകളെ ചോദ്യം ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ എനിക്ക് ഒരു അവസരം നിയമസഭയിൽ കിട്ടിയാൽ ഞാൻ ഒരിക്കലും വേണ്ടെന്നൊന്നും വെക്കുന്ന ഒരാളാണ്. CPM സീറ്റ് അല്ലല്ല, CPM പറ്റില്ല. CPM എനിക്ക് പറ്റത്തില്ല. ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒട്ടും വർക്കാകത്തില്ല ഒരു കാലത്തും. എൻ്റെ രാഷ്ട്രീയം സിമ്പിൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എൻ്റെ രാഷ്ട്രീയം. അത് BJP ആയാലും കുഴപ്പമില്ല, കോൺഗ്രസ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ BJP ആയാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇതാണ് പ്രശ്നം. BJP മുന്നോട്ട് വയ്ക്കുന്ന വർഗീയത എന്നൊന്നും ഞാൻ പറയത്തില്ല. അവരെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തും തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അവർക്ക് ഓരോ ടാക്ടിക്സ് ഉണ്ട്. ഞാൻ ചെയ്യട്ടെ. ഇനി തിരിച്ച് വേറൊരു രസകരമായൊരു കാര്യം പറഞ്ഞാൽ, വർഗീയത ആർക്കാ ഇല്ലാത്തത്? ഞാൻ നാളിതുവരെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം കേട്ടോ. അപ്പോൾ നമ്മൾ വേടനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അടുത്തിടെ ഉയർന്നു വന്നൊരു വലിയ സംഭവമാണ് ഈ ദളിത് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിനെ ഭയങ്കരമായിട്ട് ഉയർത്തി സംസാരിക്കുന്നത്. രോഹിത്തിന് ഓർമ്മയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ CPM ദളിതിനെ നിർത്തി മത്സരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. എൻ്റെ അറിവിലില്ല. അങ്ങനെ മത്സരിപ്പിക്കുമ്പോഴല്ലേ അവൻ ഉന്നതിയിലേക്ക് വരുന്നത്? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഞാൻ ഈ ചോദ്യം കെ രാധാകൃഷ്ണനെ ദേവസ്വം മന്ത്രി ആക്കിയിട്ട് ഞങ്ങൾ കെ രാധാകൃഷ്ണനെ ദേവസ്വം മന്ത്രി ആക്കിയത് പോസ്റ്റ് എടുത്തല്ല. അല്ല, അത് അവിടെ കൊടുത്ത സീറ്റ് ഏതാ? സംവരണ മണ്ഡലത്തിൽ ദളിതനെ നിർത്തുന്നത് ഇവരുടെ എടുക്കാണോ? മാത്രമല്ല, അത് ഭരണഘടന കൊടുത്തേക്കുന്ന അവന്റെ അവകാശമാണ്. ഞാൻ ചോദിക്കാനല്ലേ, കെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് മന്ത്രി ആകുന്നതിൽ ഇത്ര വലിയ മഹത്വം എന്താണെന്ന് ആൾക്ക് മനസ്സിലാവുന്നില്ല. അവർക്കാണ് മഹത്വമായി തോന്നുന്നത്. ഇത് പല കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തേക്കുന്ന പുരോഗമനപരമായ തീരുമാനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുന്തവുമില്ല. പുരോഗമനം ആഗ്രഹിക്കുന്ന ഒരുവനാണെന്നോ, അല്ലെ നമ്മൾ താണ്ട ഒരു വെല്ലുവിളി പോലെ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദളിതനായി നിങ്ങൾ കാണുന്നില്ല എങ്കിൽ, മനുഷ്യരെല്ലാം ഒന്നാണെങ്കിൽ, മനുഷ്യരെല്ലാം സഖാക്കന്മാരാണെങ്കിൽ, ഒരു 5 ജനറൽ സീറ്റിലെങ്കിലും കുറഞ്ഞതൊരു 5 ജനറൽ സീറ്റിലെങ്കിലും നിങ്ങളൊരു ദളിതനെ നിർത്തി മത്സരിപ്പിച്ചിട്ട് നിങ്ങൾ പറ, എൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നായരില്ല, ഈഴവനില്ല, മറ്റൊരു ജാതിയുമില്ല, അവൻ വോട്ട് ചെയ്യുന്നത് ഒരു സഖാവിനാണ് എന്ന് പറഞ്ഞിട്ട് ഇവരൊന്ന് നിർത്തി കാണിക്കട്ടെ. ഞാൻ ഈ ചോദ്യം രമേശ് ചെന്നിത്തലയോട് ചോദിച്ചു. ഇപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിലെ കാര്യമല്ല, അദ്ദേഹം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ പോയ സമയത്ത് അവിടെ ഒരു മണ്ഡലത്തിൽ ജനറൽ സീറ്റിൽ ഒരു ദളിത് വനിതയെ നിർത്തിയെന്നും ജയിച്ചു എന്നും പറഞ്ഞു കേട്ടോ. വളരെ ദാരുണമായ പരാജയം സംഭവിച്ചപ്പോഴും ഇത് ജയിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ഒരു സീറ്റിലെങ്കിലും നിർത്തിയല്ലോ. പിന്നെ ഞാൻ കോൺഗ്രസിനോട് ഈ ചോദ്യം ചോദിക്കാത്തതും BJPയുടെ ഈ ചോദ്യം ചോദിക്കാത്തതും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇതൊന്നും അല്ലാത്തതുകൊണ്ടാണ്. അവരിതേന്ന് പറഞ്ഞ് നടക്കുമല്ലോ, ഞങ്ങൾ ഇവരെ രക്ഷകരാണെന്നൊന്നും പറഞ്ഞ് നടക്കുമെന്നല്ലോ. അവരെ നമ്മൾ ആക്ഷേപിക്കുന്നത് അവർ ഇച്ചിരി അപ്പർ കാസ്റ്റാണ്, സാധാരണ ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ആക്ഷേപം. അവർ രണ്ടുപേരും ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ ദളിതരെ വെച്ചിട്ടുണ്ട്. BJPയുടെ പന്തളത്ത് നഗരസഭയിൽ ജനറൽ സീറ്റിൽ ദളിത് സ്ത്രീയെ നിർത്തി മത്സരിപ്പിച്ചിട്ട് ജനറൽ മുനിസിപ്പാലിറ്റിയിൽ വനിത വെച്ചിട്ടുണ്ട്. ദളിത് വനിത വെച്ചു. ഞങ്ങളുടെ നാട്ടിൽ CPM ഒരു ഉണ്ണി സഖാവും CPIക്ക് ഒരു ബാബു സഖാവും ഉണ്ട്. ഇവർ രണ്ടുപേരും എല്ലാ ഇലക്ഷനും ആകുമ്പോൾ രണ്ടുപേരും ദളിത് സമുദായക്കാരാണ്. എല്ലാ ഇലക്ഷനും ആകുമ്പോൾ പോസ്റ്റ് വോട്ടിംഗ് ആണ് ഇവരുടെ ഏറ്റവും മെയിൻ പരിപാടി. രണ്ടുപേരും പോസ്റ്റ് വോട്ടിക്കുന്നു, അനൗൺസ് ചെയ്യുന്നു.
ഞങ്ങളെപ്പോഴും ചോദിക്കും "അല്ലേ, നിങ്ങൾക്ക് എന്താ സീറ്റ്? ഞങ്ങളുടെ മണ്ഡലം ഇതായിട്ടില്ല, സംവരണമായിട്ടില്ല. അതേസമയം ഇപ്പോഴത്തെ കോൺഗ്രസിൽ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്, ഇയാൾ ദളിത് സമുദായം ജനറൽ സീറ്റ് പോയി ഞാൻ പഞ്ചായത്തിലെ കാര്യമല്ലോ കേട്ടോ. പഞ്ചായത്തിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഈ താഴെ തട്ടിൽ പോലും കോൺഗ്രസിനും അല്ലെങ്കിൽ BJPക്കും ഒക്കെ അത്തരത്തിലുള്ള മുഖങ്ങളുണ്ട്. കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ട്, കുഞ്ഞമ്പു മത്സരിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിയമസഭാ സീറ്റിൽ കുഞ്ഞമ്പു മത്സരിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയാം, ഈ AK ബാലൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ AK ബാലൻ പോലും AK ബാലൻ അതായത് മന്ത്രി തലത്തിൽ അത്രയും ഉയർന്നൊരു നേതാവായതിനു ശേഷം അതല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ സിമ്പിളായി പറയട്ടെ, അച്യുതാനന്ദന്റെ കാലത്തിന്റെ മുന്നേ ഒരു നായർക്ക് മുകളിലോട്ട് താഴോട്ടുള്ള ഏത് ജാതിയിൽപ്പെട്ട ഒരാളും നേതൃസ്ഥാനത്ത് വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അല്ല, അത് നോക്കണം. നമ്മൾ നായർ അവർക്ക് അപ്പർ കാസ്റ്റ് തന്നെയാണ് അൾട്ടിമേറ്റ്ലി അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. പോളിറ്റ് ബ്യൂറോയിൽ ആരുമില്ല. ഇത് ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞത് പറ്റിക്കപ്പെടുന്നൊരു സമൂഹം ഇവരാണ്. ഇത് നമ്മളല്ല ചൂണ്ടിക്കാണിക്കേണ്ടത്, നമ്മൾ ഇവർ പറയണ്ടേ ഇതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാത്ത സമൂഹം അവരാണ്. അതാ നമ്മൾ സത്യത്തിൽ ചർച്ച കൊണ്ടുപോകേണ്ടത്. ഇവിടെ ആരാണ് യഥാർത്ഥ നിങ്ങളുടെ ശത്രു എന്നുള്ളതാണ്. അത് അവർക്ക് 1000 തവണ അവർ ചിന്തിക്കണം. ആരാണ് ഞങ്ങളുടെ ശത്രു? ഞങ്ങളെ മുന്നോട്ട് പോകാത്തതിൽ നിന്ന് തടസ്സം വിട്ടുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഒരു സംശയം വേടനുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ചോദിച്ചോട്ടെ. വേടൻ പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് രാവിലെ എന്നെ ഒരാൾ ബാംഗ്ലൂരുള്ള ഒരാൾ വിളിക്കുന്നത്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേടൻ്റെ രാഷ്ട്രീയത്തെപ്പറ്റി അദ്ദേഹം സംസാരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഇത്ര വലിയ ജാതീയതയുണ്ടോ? വേടൻ പാട്ടുകളിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഈ വലിയ ജാതീയമായ അതിർവരമ്പുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ടോ? ഇത് ഞാൻ 2 കാര്യം പറയാം. ഇപ്പം അയ്യങ്കാളിയൊക്കെ ആയിട്ടുള്ള താരതമ്യമൊക്കെ ഞാൻ കണ്ടു. യാഥാർത്ഥ്യബോധത്തോടെ രോഗത്ത് ചിന്തിക്കുക, അല്ലെങ്കിൽ കേൾക്കുന്നവരൊന്ന് ചിന്തിക്കുക. ഒരു കുട്ടിക്ക് സുഖമില്ല, ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് സുഖമില്ല, വലിയ മാരക രോഗമാണ്, വളരെ ദയനീയമായ രൂപമാണ്. കാണുന്ന കാഴ്ചയിൽ നമുക്ക് ആർക്കും കരളലിയുന്ന ഒരു കുട്ടിയെ എടുത്ത് ഞാൻ വെച്ചിട്ട് പറയുകയാണ് ഈ കുഞ്ഞിനെ സഹായിക്കണം, ഈ നിങ്ങൾ പൈസ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞ് കുട്ടിക്കൊരു 50 ലക്ഷം രൂപ വരുമ്പോൾ ഒരു 10 ലക്ഷം രൂപ ഞാൻ കമ്മീഷനും അടിച്ചിട്ട് ഈ കൊച്ചിനെ സഹായിക്കുന്നത് ആക്ച്വലി ഈ കുഞ്ഞിൻ്റെ ദയനീയത രോഗത്തെ ഞാൻ വിറ്റ് എനിക്ക് റീച്ചും കാശും ഉണ്ടാക്കുന്ന പണിയാണ്, നന്മയല്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ കൊച്ചിന് ലാഭം കിട്ടിയിട്ടുണ്ട് ഇല്ലേ? പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താ? എനിക്ക് 10 ലക്ഷവും കിട്ടണം, എനിക്ക് റീച്ചും കിട്ടണം, ഞാൻ നന്മമരവും ആവണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. ഇതിന് ഒരിക്കലും നന്മയല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ദയനീയത വിറ്റ് കാശാക്കുകയാണ്. ദളിതൻ്റെ അവസ്ഥ വിറ്റ് കാശാക്കുന്ന വേടൻ എന്തടിസ്ഥാനത്തിലാണ് ദളിതിന് വേണ്ടിയിട്ട് സംസാരിച്ചു എന്ന് പറയുന്നത്? ഏത് സാഹചര്യത്തിൽ, ഏത് പോയിന്റിൽ, ഏത് അവസ്ഥയിൽ സംസാരിച്ചെന്നായി പറയുന്നത്? പണം വാങ്ങി ഒരുവൻ്റെ ദയനീയ അവസ്ഥകൾ അല്ലെങ്കിൽ കണ്ടു വളർന്ന കാഴ്ചകൾ, അതായത് അയാളുടെ പേഴ്സണൽ അനുഭവമല്ല, മറ്റനുഭവങ്ങളാണ്. ഇപ്പം കുമ്പായി കുച്ചാണ്ട് പാണം കത്തണില്ലമ്മ എന്ന് കലാപം മണിച്ചേട്ടൻ എഴുതി വെച്ചത് അയാളുടെ സ്വന്തം അവസ്ഥയാണ്. വരാന്ന് പറഞ്ഞിട്ട് ചേട്ടാ വരാ, ഇതൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളിലൂടെ കണ്ട കാഴ്ചകൾ എഴുതിയതാണ്. അല്ലാതെ മറ്റു ലോകരാജ്യങ്ങളിൽ നടക്കുന്ന അവസ്ഥകളും നമ്മുടെ നാടിൻ്റെ അവസ്ഥകളും എഴുതുമ്പോൾ വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അവൻ്റെ അവസ്ഥ, അവൻ്റെ ദയനീയതയെ വിറ്റ് ലക്ഷക്കണക്കിന് രൂപയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പം ഇത് ചോദിക്കാം, നീ ആരടാ എന്ന് ചോദിച്ചാൽ, ഞാൻ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ സമരം നടന്ന സമയത്ത് ആ സമരവേദിയിൽ പോയി അവർക്ക് പിന്തുണ കൊടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയും സർക്കാരിനോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട ചെറിയ സാമ്പത്തിക സഹായം, എന്നാൽ കഴിയാവുന്ന സാമ്പത്തിക സഹായം ഒരാളും അറിയാതെ ചെയ്തിട്ട് വന്ന ഒരാളാണ് ഞാൻ. വേടനങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ടോ? കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? ഇതുപോലത്തെ ഞാൻ പറഞ്ഞൊരു പബ്ലിക്, ഇപ്പം ഒരു ആദിവാസി, അതിനുള്ള സമയമാവുന്നേ ഉള്ളൂ, ചിലപ്പോൾ ചെയ്യുമായിരിക്കും. ഇന്നലകളിൽ ഇവരെല്ലാം PR വർക്കുകൾ ചെയ്യാൻ വളരെ മിടുക്കരാണ്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഇതെല്ലാം ചെയ്യാം, പക്ഷേ നന്മമരം കളിക്കരുത്. ഒരു പ്രശ്നമുണ്ട്, ഞാൻ കാണുന്ന ഒരു പ്രശ്നമുണ്ട്. വേടൻ ഒരിക്കലും ഒരു മാധ്യമത്തിന്റെ മുന്നിലോ ഒരു ഇന്റർവ്യൂലോ വന്നിട്ട് ഞാൻ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അയാളെ അനുകൂലിച്ച് മുമ്പ് എഴുതി കേട്ടോ. ഈ അയാളുടെ പ്രശ്നം വന്ന സമയത്ത് പൊതുസമൂഹം ചാർത്തി കൊടുക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പൊതുസമൂഹത്തോടാണ്, ഞാൻ വേടനെ അല്ല കുറ്റം പറഞ്ഞത്. ഞാൻ ഒരിക്കലും, അയാൾ പാട്ടുകാരനാണ്, അയാൾ റാപ്പറാണ്, അയാൾ എഴുതുന്ന പാട്ടുകൾ ആസ്വദിക്കാൻ ഒരു പുതിയ തലമുറയുണ്ട്, അത് അയാൾ മനോഹരമായി ചെയ്യുന്നു. ഒരുപക്ഷെ അയാളുടെ പാട്ട് കേൾക്കുന്ന ഈ തലമുറയ്ക്ക് ഒന്നുമില്ല. അതെ, ഇന്നത്തെ പുതിയ തലമുറ ഇതൊന്നും കണ്ടിട്ടല്ല. അവർക്ക് വേടൻ്റെ ജാതി വിഷയമല്ല, വേടൻ്റെ നിറം വിഷയമല്ല, അവർക്ക് ആസ്വദിക്കാൻ പറ്റത്തക്ക ഒരു കലാകാരനാണോ അയാൾ, അയാളെ പൂർണ്ണമായും ആസ്വദിക്കുന്നു, അവർ എൻജോയ് ചെയ്യുന്നു. ഇവിടെ ആരാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതിനകത്ത് ഞാൻ ആക്ച്വലി അയാളെ പറഞ്ഞല്ല, അൾട്ടിമേറ്റ്ലി അയാളെ മുൻനിർത്തി ഇവിടുത്തെ ദളിത് സമൂഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആക്കി മാറ്റി അയ്യങ്കാളി പരിവേഷം കൊടുത്ത് ആരാണ് കളിക്കുന്നത്? ഈ സമൂഹത്തിനകത്തൊരൊക്കെ ഒരു രാഷ്ട്രീയം, വേടൻ ഒരു രാഷ്ട്രീയം ബേസിക്കലി പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ വേടൻ്റെ രാഷ്ട്രീയം ചോദിച്ചു പോയി കഴിഞ്ഞാൽ അത് BJPക്കാർ പറയുന്ന രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കേണ്ടി വരും. പക്ഷേ അയാളെ മുൻനിർത്തി ഇവിടുത്തെ ഒരു ദളിത് രാഷ്ട്രീയം പറഞ്ഞ് ഈ സമൂഹത്തിനെ ജാതീയമായൊരു ഭിന്നിപ്പാണല്ലോ. ഇപ്പോൾ ഒരാൾ വേടനെ എതിർത്താൽ
നീ നായരായണ്ടല്ലടാ ആ പാവം പിടിച്ചവനെ എതിർത്തതെന്നല്ലേ. അങ്ങനല്ല, നമ്മൾ നായരായതുകൊണ്ടോ വേറൊരു ജാതി ആയതുകൊണ്ടല്ലോ എതിർത്തത്. അയാളെ എതിർക്കുന്നതുമില്ല. ഇവിടെ ആരാണ് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ മുൻനിർത്തി കളിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നലകളിൽ ഒരു മറ്റേ ഒരു ഒരു റേപ്പ് കേസ് മീറ്റു പോലത്തെ കേസിൽ പ്രതിയായിട്ടുണ്ട്, അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുണ്ട്. ഇതിൻ്റെ ശരിതെറ്റുകളൊക്കെ മാറ്റി വെച്ചിട്ട് സർക്കാർ എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നുണ്ട്. അതിനൊരു വലിയ കാരണമുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ 9 വർഷം മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ 10 വയസ്സോ 11 വയസ്സോ ഉണ്ടായിരുന്നവരൊക്കെ വോട്ടവകാശമുള്ളവരായി മാറി. അവരാണ് ആ വലിയ ഓഡിയൻസ് ആണ് വേടന്റെ ഓഡിയൻസ്. സ്വാഭാവികമായിട്ടും അവരുടെ PR വർക്കുകൾ അങ്ങോട്ടേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇവർ വോട്ട് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇവർ വോട്ട് പിടിച്ചോട്ടെ, എന്തിന് മനുഷ്യനെ തമ്മിലടിപ്പിക്കണം? ഞാൻ നേരത്തെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എമ്പുരാൻ്റെ അതേ മാറ്റർ നേരത്തെ പറഞ്ഞാണ് എൻ്റെ ഉത്തരം. അതാണ് അവരുടെ രാഷ്ട്രീയം. അത് നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കുക പറ്റും. ടൂളായി മാറാതിരിക്കട്ടെ വേടനെ പോലുള്ളവർ. വേടനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ കൂടി നിങ്ങൾ ഇല്ലാതാക്കുന്ന പരിപാടിയാണ് ചെയ്തത്. ഈ ബിഗ് ബോസിന് ശേഷം ഉള്ള അഖിൽമാരാർ, എനിക്ക് മുന്നിലിരിക്കുന്ന ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട മറ്റൊരു അഖിൽമാരാർ. നോക്കൂ, ബിഗ് ബോസിന് ശേഷം അഖിൽമാരാരെ വലിയൊരു ഫാൻ ബേസ്. രോഹിത് ചോദ്യം ചോദിച്ചു, അതിന് മുമ്പ് ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ, കൂടുതൽ കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. ഞാൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, മേ ബി റിമാൻഡിലായിരുന്നെങ്കിൽ, രോഹിത്തിന് മിണ്ടാൻ പറ്റുമോ നാളെ? എനിക്ക് പറ്റില്ല. നിനക്കെന്നല്ല, കേരളത്തിൽ വലിയൊരു ശതമാനം ജനതയും നിശബ്ദരാക്കപ്പെട്ടു പോയേനെ. എന്തു പറയണം എന്തു പറയണ്ട എന്നുള്ള കൺഫ്യൂഷനായി പോയേനെ ഓരോരുത്തർക്കും. കാര്യം നമ്മൾ പറയുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ നമ്മൾ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വരുമ്പോൾ ഉപയോഗിക്കുന്ന ഓരോ പദങ്ങൾക്കും ഈ കേസിന് ചുമത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അറ്റ്ലീസ്റ്റ് ശിക്ഷിക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടാതിരിക്കുന്ന FIR രേഖപ്പെടുത്തത്തക്ക അപകടം ഇതിനകത്തുണ്ട് എന്ന് ഓരോ രാഷ്ട്രീയ വിമർശകരും മനസ്സിലാക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ നേടിയെടുത്ത ഈ ഒരു നിയമപരമായ വിജയം അൾട്ടിമേറ്റ്ലി കേരളത്തിൽ കിടക്കുന്ന വലിയൊരു ശതമാനം ജനതയ്ക്കും ധൈര്യം പകരുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ രാജ്യത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വിമർശിച്ചത് കേന്ദ്ര സർക്കാരിനെയാണ്. ഞാൻ ഇന്ത്യ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ പദം ഉപയോഗിച്ചതാണോ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചും പറഞ്ഞ BCCA പോലെ ആയി മാറാൻ പാടില്ല. നമ്മളൊരു ഭൂപടവത്തെയോ അല്ലെങ്കിൽ ഒരു ദേശീയ പതാകയോ ദേശീയ ഗാനത്തെയോ അല്ലാതെ ഇന്ത്യ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് തീരുമാനമെടുക്കുന്ന കേന്ദ്ര സർക്കാരാണ്. അവിടെ നമ്മുടെ വായിൽ മോദി എന്നതിന് പകരം നമുക്ക് ഇന്ത്യ എന്ന് വന്നതേ ഉള്ളൂ. അവിടെ ഞാൻ പൊളിറ്റിക്കൽ വിമർശനമാണ്. വേടനും പറ്റിയത് അതാണ്. 5 വർഷം മുമ്പ് എന്തോ മോദി എന്നൊന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ, അത് വലിയ അപകടമാണ്. അതിനെ നമ്മളൊരിക്കലും അനുകൂലിക്കാൻ പാടില്ലായിരുന്നു. ഈ യൂട്യൂബിൽ എന്നെ എതിർത്ത ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടും, നിങ്ങൾക്ക് അഖിൽമാരാർ ജയിലിൽ പോയാൽ നിങ്ങൾക്കൊരു മനസ്സും കിട്ടും. കാര്യം രക്ഷപ്പെട്ടവനോട് തോന്നുന്ന സ്വാഭാവിക ചോദ്യം അവിടേക്കാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ രാജ്യദ്രോഹം എന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ ചെയ്തതിന് ആക്ച്വലി പലർക്കും ഞാനതൊരു വളരെ തമാശയായി പറഞ്ഞു. തമാശ അല്ല എന്ന് എനിക്കറിയാം. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടവൻ എന്ന് പറയുന്നത് തമാശ അല്ല എന്ന് എനിക്കറിയാം. എന്നിട്ട് നമ്മൾ ഇതുവരെ സംസാരിച്ചു വന്നൊരു മൂഡിൽ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. ഓക്കെ, എന്തായാലും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അഖിൽമാരാർ ഒരു ലൈഫ് ഗ്രാഫ് ഉണ്ട്. ഒരു 90 ഡിഗ്രിയിൽ ഉയർന്നു പൊങ്ങിയ ഒരു ലൈഫ് ഗ്രാഫ്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ അഖിൽമാരാർ എല്ലാ ദിവസവും കാറുകൾ വാങ്ങുന്നു. എല്ലാ ദിവസവും മീൻസ് വില കൂടിയ കാറുകൾ വാങ്ങുന്നു. അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മിനി കൂപ്പർ എടുക്കുന്നു, ബെൻസ് എടുക്കുന്നു, വോൾവോ എടുക്കുന്നു. അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ സ്വാഭാവികമായി. ഞാൻ വേറൊന്ന് വിൽക്കും കേട്ടോ. അത് പറയുന്നില്ലല്ലോ അഖിൽമാരാർ, അത് പറയുന്നില്ല, മനഃപൂർവ്വം പറയാതിരിക്കുന്നതായിരിക്കും. എനിവേ, നോക്കുമ്പോൾ വില കൂടിയ വാഹനം വാങ്ങുന്നു, വില കൂടിയ ബൈക്ക് വാങ്ങുന്നു. ഹെൽമെറ്റിന്റെ, അഖിൽമാരാരുടെ ഹെൽമെറ്റിന്റെ വില കണ്ടോ? മാരാര് തന്നെ നിന്ന് കൊടുക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അല്ലല്ല, അതിന് കാര്യങ്ങളുണ്ട്, ഇതൊന്നും നിന്ന് കൊടുക്കുന്നതല്ല. ഓക്കെ, എനിവേ, എന്തായാലും ബിസിനസ്സുകൾ തുടങ്ങുന്നു, ഒരുപാട് പ്രൊമോഷൻ വീഡിയോസ്, അഖിൽമാരാരുടെ റീലുകളൊക്കെ കണ്ട് അഖിൽമാരുടെ ലൈഫ് മൊത്തത്തിൽ വേറൊരു കളറായി മാറാണ്. ഇതൊക്കെ കണ്ട് നാട്ടുകാർക്ക്, അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്തവർക്ക്, ആളുകൾക്ക് എന്തായാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രക്ഷപ്പെട്ടവരെ ഒന്നും ഇങ്ങോട്ട് അംഗീകരിക്കാൻ വലിയ പാടാണ്. അവർക്ക് ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇയാളൊരു അഹങ്കാരിയാണ് എന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അസൂയ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇപ്പോൾ ഒരു ചെറിയൊരു അടി കിട്ടിയപ്പോൾ ഈ ആളുകൾ നേരെ തിരിയാറുള്ള കാരണം. അതൊക്കെ ആയിരിക്കുമോ? അതായത് ഇപ്പം 90 ഡിഗ്രിയിലേക്കൊരു ഉയർച്ച എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് ഗ്രാഫുകളുണ്ടല്ലോ. ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഗ്രാഫുണ്ട്, ഇങ്ങനെ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഭയങ്കര പടുകുഴിയിൽ നിന്ന് കടന്ന, അതായത് നാളുകൾ കഴിയും തോറും കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഒരു സമയത്ത്. അപ്പോൾ അതുകൊണ്ടാകാം ദൈവം അത്രയും വീഴ്ചകളിൽ കിടന്ന ഒരുവന് കൊടുത്തപ്പോൾ ചേഞ്ച് കാണുന്ന ഒരാൾക്ക് ഭീകര ചേഞ്ചായിട്ട് ഫീൽ ചെയ്തത്.
ശരിയാണ്, വലിയ ചേഞ്ചാണ്. സാമ്പത്തികമായിട്ടൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ ചേഞ്ചാണ് ആ സംഭവിച്ചത്. ചേഞ്ച് കൃത്യമായ അഖിൽമാരാർ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെ, അല്ല അത് സംഭവിച്ചത് വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ച്, ഞാൻ ബിഗ് ബോസിൽ തന്നെ ഉപയോഗിച്ച ഭാഷ പറഞ്ഞാൽ ഒരാളെയും ചതിക്കുകയോ പറ്റിക്കുകയോ ചെയ്യാതെ, ഒരാളുടെയും മോശം ആഗ്രഹിക്കാതെ മുന്നോട്ട് പോയതിന് ദൈവം തന്ന സമൂഹവും ജനങ്ങളും നിങ്ങളുടെ കഷ്ടപ്പാട് നമ്മളെ അംഗീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഞാൻ അവിടെ രോഹിത്ത് ഒന്ന് നിമിഷം ചിന്തിച്ചു നോക്കൂ. എന്നോട് തോന്നിയ ശത്രുത രാഷ്ട്രീയം മാത്രമല്ലേ, അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയം മാത്രമല്ലേ, അല്ലാതെ ഞാൻ എന്തെങ്കിലും സംസാരിച്ചതിൽ ആൾക്കാർക്ക് ഇത് എന്തുവാണ് ഈ കൂറ കാണിക്കുന്നത്, ഞാൻ അങ്ങനെയുള്ള ഒരു കണ്ടൻറ്റുകൾക്കും പിന്നാലെ ഓടിയിട്ടുള്ള ഒരാളല്ല. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കോമാളിത്തരങ്ങൾ കാണിച്ച് റീച്ച് ഉണ്ടാക്കാനും പബ്ലിസിറ്റിക്കും വേണ്ടി നടന്നിട്ടുള്ള ഒരാളല്ല. എൻ്റെ അച്ചീവ്മെൻറ്റുകളെന്ന് പറയുമ്പോൾ രോഹിത്ത് ആലോചിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടിക്കാലത്ത് ഒരു കാറിൻ്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ തലയ്ക്ക് കിട്ടിയ ഒരടി, ആ അടിയുടെ വേദനയിൽ അന്നൊരു മാരുതി ഡോൾഫിൻ കാറിൻ്റെ അകത്താണ് ഞാൻ ഡോറ് തുറന്ന് ചുമ്മാതെ കാണാനുള്ള കൗതുകത്തിൽ വല്ലവരുടെയും വീട്ടിൽ പോയി നിന്ന് ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വെളിയിൽ വന്ന് കിടന്ന കാറ് നോക്കിയപ്പോൾ എൻ്റെ തലക്കടിച്ചിട്ട് വണ്ടിക്കകത്തിരുന്ന സാധനം മോട്ടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ബാഗ് എടുത്ത് വലിച്ച് കുടഞ്ഞ് അതിനകത്ത് കിടന്ന കശുവണ്ടി, അതായത് റോട്ടിൽ കൂടെ പോകുമ്പം പറക്കി വണ്ടിക്കകത്തിട്ടേക്കുന്ന ഈ കശുവണ്ടി ഞാൻ മോട്ടിച്ചതാണെന്ന് പറഞ്ഞ് എന്നെ വീണ്ടും അടിച്ച ഒരുവനെ മുഖത്ത് നോക്കിയിട്ട്, നീ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെക്കാട്ടിയും വലിയൊരു വണ്ടിയിൽ ഞാൻ നടക്കുമടാ എന്ന് മനസ്സിൽ തോന്നിയൊരു തോന്നൽ. പിന്നീട് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് നല്ലൊരു ചെരുപ്പ് എൻ്റെ കാലിൽ ഇടാനില്ലാഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആരും കാണാതെ ഈ ചെരുപ്പ് എവിടോട്ട് ഇടുമെന്നറിയാതെ ചെടിച്ചട്ടിയുടെ കീഴിൽ കീറിയ സിൽപ്പർ ഒരു സൈഡിൽ ഇടുമ്പോൾ അവിടെ കൂട്ടുകാരൻ്റെ ഷൂ കണ്ടപ്പോൾ ഈ ഷൂ ഇതിനെക്കാട്ടിയും വലിയൊരു ബ്രാൻഡഡ് ഷൂ എനിക്ക് വാങ്ങാൻ കഴിയണമെന്ന് ചിന്തിച്ചു. ഞാനും ഹരിയും കൂടെ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ കണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അളിയ DH എന്ന് പറയുന്നൊരു ബ്രാൻഡ് അളിയന് ഓർമ്മയുണ്ടോ? DH എന്ന് പറയുന്നൊരു ഷർട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്തൊക്കെ DH വലിയ ബ്രാൻഡാണ്. കാര്യം 300-350 രൂപ വിലയുള്ള അന്നത്തെ ഒരു ഷർട്ട്. ഞാനിടുന്ന ഷർട്ട് 30 രൂപയുടെയും 40 രൂപയുടെയും. കൊട്ടിയത്ത് സിംല എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ പോയിട്ട്, കൊട്ടിയത്ത് സിംല ഭയങ്കര ഫേമസ് ഷോപ്പാണ്, വളരെ വില കുറച്ച് സാധനങ്ങൾ കിട്ടും, ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകളൊക്കെ അന്ന് കിട്ടും, പരസ്യം പറയല്ല കേട്ടോ. അപ്പം അന്ന് ഈ 30 രൂപയുടെ ഷർട്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരുവന് ഉള്ളിൽ തോന്നിയ ഒരു ഇതാ, പരിഹസിച്ച സമൂഹം, എല്ലാവരാലും പരിഹാസം, നന്നായി പഠിക്കുമെങ്കിലും ഈ അഹങ്കാര സ്വഭാവം, ആരെയും അംഗീകരിക്കാത്ത സ്വഭാവം അന്നും ഉണ്ടായതുകൊണ്ട് ആരും ഞാൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോയ ഒരുവൻ പിന്നീട് നിങ്ങൾ ഈ പറഞ്ഞ കണക്കാണ് ഒരിക്കലും ദുൽഖറിൻ്റെ വേദിയിൽ നിന്ന്, സത്യത്തിൽ താഴെപ്പെട്ടതൊന്നുമല്ല, എന്നെ അവിടുത്തെ ബോഡി ഗാർഡ് ആരോ പിടിച്ച് അവിചാരിതമായി തള്ളുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോയ എത്ര ചെറുപ്പക്കാരുണ്ട്. ഞാൻ കടന്നു വന്ന വഴികളിലൂടെ ഇപ്പോൾ എത്രയോ പേര് എന്നെ പരിഹസിക്കുന്നു. മാങ്ങാ വിറ്റ് നടന്നവന് രാഷ്ട്രീയം പറയാൻ, ചായ അടിച്ച ആൾ പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് ഒരുത്തൻ എന്നോട് ചോദിക്കുകയാണ്, മാങ്ങാ വിറ്റ് നടന്നവന് രാഷ്ട്രീയം പറയാൻ നിനക്ക് ഇവരെ വിമർശിക്കാൻ എന്താ യോഗ്യത എന്ന്. അപ്പം നമ്മുടെ ജനാധിപത്യത്തിനൊരു ഭംഗി അതാണ്. അപ്പോൾ ഈ വന്ന വഴികളിൽ നിന്ന് മുന്നോട്ട് പോയി ആരെയും ഞാൻ പിന്നെ കാലു പിടിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഞാൻ എതിർക്കാനുള്ളതൊക്കെ എതിർത്തു. ഒരുത്തൻ്റെ മുന്നിലും തല ഉനിച്ചു കൊടുക്കാതെ അഭിമാനം നിർത്തി വെറുപ്പിച്ച് സോഷ്യൽ മീഡിയയെ വെറുപ്പിച്ച് യൂട്യൂബർമാരെ വെറുപ്പിച്ച് വോട്ട് കിട്ടി ജയിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വന്ന് കയറുന്നത്, അല്ലേ? എൻ്റെ കഴിവുകൊണ്ട് ജയിക്കേണ്ട പ്ലാറ്റ്ഫോം അല്ലല്ലോ, ജനം തിരഞ്ഞെടുത്ത് ജയിപ്പിക്കണം. ആദ്യത്തെ ആഴ്ച എന്നെ പുറത്താക്കാൻ തീരുമാനിച്ചിരുന്ന ഒരു ജനതയുടെ മുന്നിൽ ഏറ്റവും പെർസെൻറ്റേജ് വൈസ് വോട്ടിൽ ജയിക്കുന്ന വിന്നറായി ഞാൻ പുറത്തിറങ്ങിയത് എൻ്റെ ഉള്ളിലൊരു നന്മ സമൂഹം കണ്ടതുകൊണ്ടാണ്. അതേ അഖിൽ തന്നെയാണ് ഇന്നത്തെ ഈ അഖിൽ. പക്ഷേ ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് എനിക്ക് കിട്ടിയ പബ്ലിസിറ്റി ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി ഉപയോഗിക്കണം. ഞാൻ ഒരു സിനിമ എനിക്ക് സിനിമയിൽ നായകനായി അഭിനയിക്കാൻ എത്ര പ്രോജക്റ്റുകൾ വന്നു, എനിക്ക് സംവിധാനം ചെയ്യാൻ വേണ്ടി എത്ര പ്രോജക്റ്റുകൾ വന്നു. ഈ സമയത്തൊക്കെ തന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിലപാടുകളും തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. വെറുപ്പും എതിർപ്പുകളും എല്ലാം വന്നത് ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ്. എത്ര കമ്മ്യൂണിസ്റ്റുകാർ എന്നോട് പറഞ്ഞു, അഖിലേ നിങ്ങളെ ഞങ്ങൾക്ക് എന്ത് ഇഷ്ടമായിരുന്നു, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഇത്രയും വിമർശിച്ച് നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ പോലും ഞങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയില്ലേ. എത്ര കമ്മ്യൂണിസ്റ്റുകാർ എന്നോട് പറഞ്ഞു. അപ്പോഴും അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിച്ചോ, എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നിങ്ങൾ തള്ളിക്കളഞ്ഞോ. അങ്ങനെ ഞാൻ കണ്ണൂർ ഷൂട്ടിന് പോയി. അവിടെ CPM നേതാക്കന്മാർ എന്നെ കാണാൻ വന്നപ്പോൾ അവർ ഇതേ അഭിപ്രായം പറഞ്ഞു. ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റത്തില്ലല്ലോ, നിങ്ങളെ വന്ന് കാണണം, വീട്ടിലുള്ള സ്ത്രീകൾക്കും മക്കൾക്കും ഒക്കെ നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വന്ന് കണ്ടിട്ട് പോയവരുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടിയാണോ രോഹിത്തെ? സത്യസന്ധമായിട്ടൊന്ന് ചിന്തിക്കുക. എനിക്കങ്ങ് മിണ്ടാതിരുന്നാൽ പോരെ? എപ്പോഴും ഏറ്റവും മികച്ച നമ്മൾ ആലോചിക്കും, ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക, ചാക്കോച്ചൻ, ആസിഫ് അലി, ടൊവിനോ തുടങ്ങിയ നമ്മുടെ പുതുതലമുറയും പഴയ തലമുറയും നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ, അവരെന്നെങ്കിലും ഒരു പൊളിറ്റിക്കൽ അഭിപ്രായം പറഞ്ഞാൽ അന്ന് അവസാനിക്കും ജനത്തിന് അവരോടുള്ള ഇഷ്ടം. അവർ പറയത്തതുമില്ല. ഞാൻ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങളിലേക്കല്ല, അവിടെ നിന്നാണ് വിരോധം വന്നത്. ഞാൻ പറഞ്ഞത് അവിടം തൊട്ട് തുടങ്ങിയ വിരോധം കയറി ആ വിരോധത്തിൽ പിന്നെ അടുത്ത പറയണമല്ലോ. നോക്കുമ്പോൾ സക്സസ് ആണ്, തകരുന്നില്ല. ഞാൻ വണ്ടി എടുക്കുന്നു, ഞാൻ വീണ്ടും മുന്നോട്ട് പോകുന്നു, ഞാൻ വീണ്ടും പരസ്യങ്ങൾ ചെയ്യുന്നു, വീണ്ടും വർക്കുകൾ ചെയ്യുന്നു. ഞാൻ BMW ബൈക്കും കൂടെ എടുത്തപ്പോഴത്തേക്ക് ഇതങ്ങ് ആളി കത്തി. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേട്ടത്, എൻ്റെ ഒരു അച്ചീവ്മെൻറ്റിന് ഞാൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കേട്ടത് ഞാൻ BMൻ്റെ ബൈക്ക് എടുക്കുന്ന സമയത്താണ്.
ഈ വീഡിയോ, ഈ 50,000-ൻ്റെ ഹെൽമെറ്റൊക്കെ ഇത് ഇവന്മാർ ഈ സദാസമയം ഈ ക്യാമറയും കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടം കിടന്ന് കറങ്ങുമല്ലോ, ഒരു അക്ഷരം മിണ്ടാൻ പറ്റൂ. എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ചുരണ്ടി അങ്ങ് എടുക്കുമല്ലോ. ഇതെല്ലാം കണ്ടന്റ് ആണല്ലോ. ഇപ്പോൾ ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് പോടാന്ന് പറയാൻ പറ്റൂ? നമ്മൾ അത് പിന്നെ മറ്റൊരു പ്രശ്നമാകത്തില്ലേ? നമ്മളൊക്കെ പക്ഷേ ഇവർക്കൊരു ഔചിത്യ ബോധം വേണ്ടേ? ഇവരെല്ലാം ഇങ്ങനെ നമ്മളിപ്പോൾ എവിടെ ചെന്നാലും നമ്മുടെ ചുറ്റിനും ക്യാമറയും കൊണ്ട് ഇവരെല്ലാവരും നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നശിക്കുകയല്ലേ. അപ്പം നമ്മളിതൊന്നും സമൂഹത്തോട് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലല്ലോ ഇതൊന്നും തന്നെ. ഞാൻ വണ്ടി എടുത്തിട്ട് നാട് മുഴുവൻ ഈ വണ്ടിക്കകത്ത് കുറേ ഷോയും കാണിച്ച് റീല് കാണിച്ച് നടന്നോ? ഇല്ല. ഒറ്റ തവണ വണ്ടി എടുത്തു എന്നൊരൊറ്റ അച്ചീവ്മെൻറ്റ് മാത്രം കാണിക്കുക. അതിനുശേഷം ഈ ഓരോ അഭ്യാസങ്ങൾ ഞാൻ BMW ബൈക്ക് എടുത്തിട്ട് ഞാൻ അതിനകത്ത് വെച്ചിട്ട് ഡെയിലി അത് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് എൻ്റെ റീല് വിട്ടിട്ട് 4 ഫോളോവേഴ്സിനെ ഉണ്ടാക്കത്തൊന്നും ഇല്ല. എന്ത് സാധനം ചെയ്തു കഴിഞ്ഞു. ഇതൊരു പ്രചോദനമാണ്. നിങ്ങൾ ഇന്നലകളിൽ അഖിൽമാരാരെ കണക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് വന്നോ? നിങ്ങളുടെ വ്യക്തിത്വം പണയം വെക്കണ്ട. നിങ്ങൾക്കൊരു ലോകം സൃഷ്ടിക്കപ്പെടും. നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ട, നിങ്ങൾ ആരെയും കാല് പിടിക്കേണ്ട. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. നിങ്ങൾ നേടിയെടുത്ത അച്ചീവ്മെൻറ്റുകൾ അഖിൽമാരാർ അഹങ്കരിക്കുന്നുണ്ടോ? അങ്ങനത്തെ രാഹുത്തെ, ഞാൻ നിനക്ക് ഓർമ്മ കാണും, ബിഗ് ബോസിൻ്റെ ഫിനാലയിൽ ഞാൻ പറഞ്ഞ ഡയലോഗ്, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്കുന്നതാണ്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട്, സ്വതവേ സ്വഭാവം കൊണ്ട് അഹങ്കാരിയായ ഞാൻ നേട്ടങ്ങൾ കൊണ്ട് അഹങ്കരിക്കാതിരിക്കട്ടെ ദൈവമേ എന്ന് ഞാൻ പറയും. ഞാൻ എൻ്റെ വൈഫിനോട് ഞാൻ എപ്പോഴും ചൂടാവുന്നതിന് മെയിൻ കാര്യം എന്ന് അറിയാമോ? ഒരിക്കൽ പോലും നീ ഇപ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ അമിതമായി സന്തോഷിക്കരുത്. കാരണം ഏത് നിമിഷവും ഇതില്ലാതാവും. നിൻ്റെ അമിതമായ സന്തോഷവും സൗഭാഗ്യവും അല്ല ഇതൊക്കെ കിട്ടിയല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് നാളെ ഒരു പ്രശ്നം വന്നാൽ എനിക്കിതെല്ലാം, കാരണം ഞാൻ ഈ വഴികളിലൂടെ കടന്നു വന്ന ഒരാളാണല്ലോ, ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല രോഹിത്തെ. എനിക്ക് നാളെ ഇതുവരെ എനിക്ക് പറയാനുള്ള മടി കൊണ്ടാണ്. അല്ലെങ്കിൽ കുറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കണക്ക് പേരെഴുതി ഞാൻ എഴുതിത്തരാം ഞാൻ സഹായിച്ചിട്ടുള്ളത്. കുറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എൻ്റെ നാട്ടിലുള്ളവരെയും അല്ലാത്തവരെയും എന്നെ വന്ന് കണ്ടിട്ടുള്ളവരെയും അടക്കം ഏറ്റവും കുറഞ്ഞത്. അത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ രോഹിത്തിനെ കൊണ്ടുപോയി ഞാൻ ഓരോ വീട്ടിലും കയറ്റി ഞാൻ കാണിക്കാം. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ കഴിയാത്തതുകൊണ്ടാണ്. ഇത് ഞാൻ ഈ അടുത്തൊരു യൂട്യൂബർ പയ്യനോട് ഞാൻ എൻ്റെ ഫോണിൽ എനിക്ക് ചില ആൾക്കാർ അയച്ചേക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളും നന്ദി പറഞ്ഞുകൊണ്ട് അയച്ചേക്കുന്ന വോയിസും ഒക്കെ, ഞാനൊരു യൂട്യൂബർ പയ്യൻ എനിക്കെതിരെ ഈ പ്രശ്നം വന്ന സമയത്ത് ഞാൻ അവനെ അയച്ചെടുത്ത് അവൻ പറഞ്ഞു, എൻ്റെ അഖിലേട്ടാ ഇത് നിങ്ങളെന്താ പറയാത്തത്? ഞാൻ പറഞ്ഞു, വേണ്ട, ദൈവം എന്നെ കൈവിട്ടോ ഒന്ന് ആലോചിച്ചു. എനിക്കതിൽ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ എന്തോ ഒരു ആവശ്യത്തിന് നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഞാൻ പടം ചെയ്തുകൊണ്ടിരിക്കുക, വലിയ പൈസയൊന്നുമില്ല, പൈസ കൊണ്ട് വയനാട്ടിൽ വീട് വെക്കണം. ഈ വയനാട്ടിലെ വീട് വെക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ആക്ച്വലി ഞാൻ 2 പടം കമ്മിറ്റ് ചെയ്തു. എൻ്റെ ശമ്പളം ആ വീടിന്, അവിടെ വീട്, ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് വയനാട്ടിലെ വീട് വയ്ക്കുന്ന ഫുൾ ടേക്ക് ഓവർ ചെയ്തു, അവരെടുത്തു. നമ്മളെ ആരെയും റിക്വസ്റ്റ് ഒന്നും സാധാരണ നമുക്കങ്ങനെ അവിടെ പോയി ചെയ്ത് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ ഒരിക്കൽ വയനാട്ടിൽ ആരോ എന്നെ ബന്ധപ്പെട്ടു. ഞാൻ പറഞ്ഞു, ചെയ്യാം, നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. പിന്നെ അവരെന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇത് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായതൊന്നും അല്ല രോഹിത്തെ, അങ്ങനെയുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ 10 ലക്ഷം കഴിഞ്ഞൊരു 2 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞത് ഞാൻ, അതായത് ഈ കൊടുത്ത ആളുടെ പേരെഴുതി അവർക്ക് കൊടുത്ത എമൗണ്ട് എഴുതി ഞാൻ ഫുള്ളൊരു ലിസ്റ്റ് ഇട്ട് ഞാൻ രോഹിത്തിന് തന്നാൽ കുറഞ്ഞത് 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോൾ എനിക്കൊരു വർക്ക് കിട്ടിയാൽ, ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ ഞാനൊരു പരസ്യം ചെയ്താൽ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കും, അതിന് ഒരു 30,000 രൂപ നാട്ടുകാരെ സഹായിക്കണം. കാര്യം കമ്മീഷൻ, ഒരാൾക്ക് നമ്മൾ വർക്ക് എടുത്തുന്ന ഒരു കമ്മീഷൻ കൊടുക്കുമല്ലോ, ചിലപ്പോൾ എനിക്ക് നേരിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇതൊരു കമ്മീഷൻ പൈസ, അത് 30 രൂപ, അതായത് 1.5 ലക്ഷം രൂപയുടെ വർക്കാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് 20,000 രൂപ. ഇതിങ്ങനെ കണക്ക് കൂട്ടി ഞാൻ മനസ്സിൽ കണക്കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. ഇത്രയും വലിയ രാജ്യദ്രോഹ കേസും എടുത്ത് ജീവപര്യന്തം ശിക്ഷിച്ച് അഖിൽമാരാർ അകത്താവുമെന്ന് പറഞ്ഞിട്ട് എന്താ അകത്താവാത്തത്? വിപരീത രാജയോഗത്തിലാണ് ഞാൻ ജനിച്ചത്. ജാതകവും മറ്റൊന്നും പറയല്ല, നെഗറ്റീവുകൾ എനിക്ക് പോസിറ്റീവായിട്ട് മാറും. വിപരീത രാജയോഗം എന്താണെന്ന് ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി. നെഗറ്റീവുകളെ പോസിറ്റീവാക്കാൻ പറ്റുന്ന നാക്കിട്ടല്ല. പൊതുവെ എൻ്റെ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുള്ള അഖിലും അത് കണ്ടിട്ടുണ്ടാകും. പക്ഷെ അതിന് കാരണം എൻ്റെ ജാതകത്തിലും അങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു അപകടകരമായ സാഹചര്യത്തെ ഞാൻ അതിജീവിച്ചില്ലേ. എല്ലാവരും എഴുതിയത് എന്താ, ഞാൻ ഇവൻ കൊട്ടാരക്കര പോലീസുകാർ പോലും വിചാരിച്ചത് എനിക്ക് ജാമ്യം നിഷേധിക്കുമെന്നാണ്. പോലും പറഞ്ഞത് ജാമ്യം കിട്ടുമെന്ന് അവർ സ്വന്തം നാട്ടിൽ നിന്ന്. പിന്നെ ഈ അസൂയ വന്നതിന് പല കാരണങ്ങളുണ്ട്. അസൂയയല്ല അതവിടെ സംഭവിച്ചത്. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയം മുതൽ പല കാരണങ്ങൾ കൊണ്ട് പല രീതിയിൽ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്. എന്നിൽ നിന്ന് എന്നെ വഹിക്കാൻ ഒരുത്തിനും പറ്റത്തില്ല. ഒരാൾ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ഒരു ക്ഷേത്രത്തിലെ പിരിവ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ മനസ്സറിഞ്ഞ് ചെയ്യും. ഞാൻ ദൈവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കത്തില്ല. അമ്പലത്തിലെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വിളിച്ചു. അപ്പോഴും ഇതേപോലത്തെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അവരെൻ്റെ ശത്രുക്കളാവും. ഒരു വലിയ വിഭാഗമാണ് അവിടെ എൻ്റെ ശത്രുക്കളാവുന്നത്. ഇവരുടെ മീറ്റിങ്ങുകളിലും ചർച്ചകളിലും ഇത് പറയും. എൻ്റെ നാട്ടിൽ കരയോഗം എനിക്കായി സ്വീകരണം ഏർപ്പെടുത്തി ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ.
ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് പറഞ്ഞത്, അളിയ കോട്ടാത്തല അമ്പലത്തിൽ NSS കരയോഗം വക അളിയന് സ്വീകരണം. ഞാൻ പറഞ്ഞു, എനിക്ക് വോട്ട് ചെയ്തത് നായന്മാർ മാത്രമാണോ? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പരിപാടി കോട്ടാത്തല നാടിൻ്റെ പരിപാടിയായിട്ട് നടത്താൻ കഴിഞ്ഞില്ല? എനിക്ക് വോട്ട് ചെയ്തതിൽ എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും ഇല്ലേ? NSS മാത്രമായിട്ടത് നടത്തുമ്പം എനിക്കത് വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവരെ വെറുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആശംസാ വീഡിയോയും ചോദിച്ച് പല ആൾക്കാരും എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആശംസാ വീഡിയോ കൊടുക്കാറില്ല. കൊടുക്കാത്തതിൻ്റെ കാരണം, ഒരാൾക്ക് കൊടുത്താൽ ഒരു ദിവസം 100 പേർക്ക് കൊടുക്കേണ്ടി വരും. എനിക്ക് പൈസ തന്ന് വിളിക്കുന്നവർക്കും അതുമൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് പേർക്ക് നമ്മൾ കൊടുക്കുമ്പം 10 പേരെ നമ്മൾ സൂചിപ്പിക്കുമ്പം 1000 പേര് നമ്മുടെ ശത്രുവാകും. കാര്യം കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ കിടക്കുന്ന ആൾക്കാർ എനിക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കാറുണ്ട്. ഇവരെല്ലാം നമ്മുടെ അഹങ്കാരവും ജാടയാണെന്ന് പറഞ്ഞ് എതിർക്കാറുണ്ട്. എനിക്ക് വലിയ പൈസകൾ തന്ന് ഇനാഗുറേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ബന്ധത്തിൻ്റെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ വിളിക്കും. അങ്ങനെയുള്ളവർ എന്നെ ഇന്നലെ സഹായിക്കണം. ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ പണ്ട് നമ്മളെ നാട്ടുകാരനാണെന്നോ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ കൂട്ടുകാരനാണെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചാൽ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയും. കാരണം എൻ്റെ ഒരു സുഹൃത്തിനോട് പോലും ഞാൻ പറഞ്ഞു, നീ സുഹൃത്തെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിൽ സിനിമ സംവിധാനം ചെയ്ത അഖിലിനെ വിളിച്ച് നീ ഒരു പരിപാടി കൊടുത്തായിരുന്നെങ്കിൽ ഞാനത് അംഗീകരിക്കാം. ബിഗ് ബോസ് വിജയിച്ച ഒരു അഖിലിനെ വിളിച്ചിട്ട് നീ ഒരു വർക്ക് തരുമ്പോൾ നിൻ്റെ ലക്ഷ്യം സുഹൃത്തിനോടുള്ള സ്നേഹമല്ല, ബിഗ് ബോസ് വിന്നർക്ക് കേരളത്തിൽ കിട്ടിയേക്കുന്ന ഒരു റീച്ച് നിൻ്റെ സ്ഥാപനത്തിന് മുതലാക്കുക എന്നുള്ളതാണ്. അപ്പം നീ അതിനൊരു വില തരണം. ഇങ്ങനെ തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ പിന്നെ എനിക്ക് ഈ ഡിപ്ലോമസി ഒന്നുമില്ല, ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയും. അങ്ങനെ പലരും ഇങ്ങനെ കരുതി ഒരവസരം വരുന്ന നോക്കി ഇരുന്നതാണ് പലരെ ആൾക്കാർ. അപ്പം പിന്നെ ഒരു ഡിസ്കഷൻസ് നടക്കും. നമ്മളെ നാട്ടിലൊക്കെയുള്ള ആൾക്കാർ 2 വെള്ളമൊടി വൈകുന്നേരം ബാറി കയറുന്ന സമയത്ത് ഡിസ്കഷൻസ് നടക്കും. ഞാൻ കേട്ടിട്ടുണ്ട് കോട്ടയത്ത് പലരും അഖിൽമാരാർ ഇൻ്റർവ്യൂവിന് ബന്ധപ്പെട്ട് ഭയങ്കര അഹങ്കാരിയായി പോയി എന്ന് പലരും ഇൻ്റർവ്യൂവിന് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഞാൻ വേറൊരു കാര്യങ്ങൾ പറയാം. എൻ്റെ സുഹൃത്തുക്കൾ, എന്നെ സഹായിച്ചിട്ടുള്ളവർ, എൻ്റെ നാട്ടുകാർ, ഇവരെല്ലാവരുടെ അടുത്തും പോയിട്ട് രോഹിത് ഒരു ഇൻ്റർവ്യൂ എടുക്കുക, എന്നിട്ട് ചോദിക്കുക. ഞാൻ എന്നെങ്കിലും ഒരിക്കൽ, ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് തായ്ലൻഡിൽ പോയിട്ട് വന്നു, ഞാനൊരു 10-22 കൂളിംഗ് ഗ്ലാസ് മേടിച്ച് നാട്ടിലെ ഓട്ടോറിക്ഷക്കാർക്ക് കൊണ്ടുകൊടുത്തു. വെച്ചോ, അത് ഞാൻ വീഡിയോ എടുത്തിട്ട് ജനത്തെ കാണിക്കാനല്ല, ഇപ്പോൾ ഇത് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ഇതെൻ്റെ ഒരു സന്തോഷമാണിത്. അമ്മയുടെ കൂടെ തൊഴിലുറപ്പിന് വർക്ക് ചെയ്യുന്ന അവരുടെ അടുത്ത്, അവർ നിൽക്കുന്ന സ്ഥലത്ത് 2-3 പ്രാവശ്യം ഞാൻ പോകുന്നത് അവരുടെ മക്കളിൽ ഒരാളാണ് ഞാനെന്ന് കാണിക്കാനാണ്. അവരൊരു പ്രശ്നം വന്നു, പഞ്ചായത്തിലൊരു പ്രശ്നം വന്നു പറഞ്ഞപ്പോൾ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു. ഈ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചിട്ട് അവരുടെ തൊഴിലുറപ്പുകാരുടെ പ്രശ്നം ഞാൻ സംസാരിച്ചു. അത് ക്ലിയർ ചെയ്ത് അവർ കൊടുക്കുകയും ചെയ്തു. സാധാരണ ഒരുത്തൻ സെലിബ്രിറ്റിയൊക്കെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു നോക്കത്തില്ല, നാട്ടുകാരൊന്നുമില്ല. ഞാൻ ഫുൾ ടൈം ഞാൻ ഫുൾ ടൈം സഹകരിക്കുന്ന എൻ്റെ നാട്ടുകാരുടെ അടുത്താണ്. ഞാൻ റോട്ടിൽ വന്ന് എൻ്റെ നാട്ടുകാർക്കൊപ്പം അവരിൽ ഒരാളായിട്ട് തന്നെ എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഞങ്ങൾ ലോക്കൽ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാത്തിലും അമ്പലത്തിൽ വന്ന് സപ്താഹ പരിപാടികൾക്ക് അവരിൽ ഒരാളായിട്ട് നിന്നു, വിളമ്പാൻ നിന്നു, സഹകരിച്ചു. സാധാരണ ഒരു സെലിബ്രിറ്റി ജാട കാണിക്കേണ്ടോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ? എൻ്റെ നാട്ടുകാർ അങ്ങനെ പറയത്തില്ലല്ലോ. എനിക്ക് അഭിമാനത്തോടെ പറയാം, എൻ്റെ നാട്ടിൽ ഒരാളും അത് പറയത്തില്ല. എന്നെ അറിഞ്ഞുകൂടാത്തവൻ പറയും, എന്നോട് സഹകരിക്കാത്തവൻ പറയും. കാര്യം അവൻ എൻ്റെ സുഹൃത്തൊന്നും അല്ല. വഴിയിൽ കണ്ട പരിചയപ്പെട്ടവൻ എൻ്റെ സുഹൃത്താണെന്ന് അവൻ പറഞ്ഞാൽ അങ്ങനെ അവൻ എൻ്റെ സുഹൃത്താവുന്നത്? അവനത് പറയാം. അവനെന്നെ കൊണ്ട് പല പ്ലാനുകളും ഉണ്ട്. പിന്നെ എനിക്കെതിരെ പറഞ്ഞാൽ ബിഗ് ബോസിൽ കയറാൻ പറ്റും എന്ന് കരുതിയിട്ട് എനിക്കെതിരെ പറഞ്ഞ് നടക്കുന്ന കുറേ വിഡ്ഢികളും കൊട്ടാരക്കരയിലുണ്ട്. അതിലൊരു വിഡ്ഢി ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് ഈ വാഗിറി ഡയലോഗ് അടിച്ച് നടക്കുക, ഇങ്ങനെ വിളിച്ചും പാത്തും നമ്മളെ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് മറ്റൊരാളെ പറ്റിയിട്ടുള്ള കുറ്റം എന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ട് എന്നിൽ നിന്ന് എന്തെങ്കിലും തിരിച്ച് കിട്ടുന്നത് വരെ സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്തെടുക്കും. എന്നിട്ട് നേരെ കൊണ്ട് അവരെ കേൾപ്പിക്കും. ഇയാളും ഈ മൊബൈലും കൊണ്ട് ജീവിക്കുന്ന ഒരുത്തനാണ്. ഇവൻ ഒരു ദിവസം ഇതേപോലെ എന്നെ വിളിച്ചിട്ട് ഇതെനിക്ക് വളരെ മോശമായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫസ്റ്റ് ഡയലോഗ്, എടേ എന്നെ ചീത്തയൊന്നും വിളിക്കല്ലേടേ. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തിനാ ചീത്ത വിളിക്കുന്നത്? ഞാനത് അത്ര പൊട്ടനാണോ? നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഞാൻ റിയാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ അത്രയും പൊട്ടനല്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്, ആക്ഷേപിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആക്ഷേപിച്ചോ, ഞാൻ റിയാക്ട് ചെയ്യത്തേയില്ല. അത്രയും വിഡ്ഢിയാന്ന് ഞാൻ വിചാരിക്കണ്ട. പിന്നെ ഇപ്പോൾ ഈ കേസ് വന്ന സമയത്ത് ഒരു യൂട്യൂബർ, ഒരു പയ്യൻ വളരെ മോശമായിട്ട് അച്ഛനെയും അമ്മയും ഒക്കെ ആക്ഷേപിച്ച് തെറി വിളിച്ച് വീട് പോലീസ് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അപ്പം ഞാൻ ആ പയ്യന് വിളിച്ചു, 4-5 പ്രാവശ്യം ഞാൻ വിളിച്ചു. കാര്യം എന്താ വിളിക്കാൻ കാര്യം അറിയാമോ? ഒന്ന്, അച്ഛന് ക്യാൻസറാണ്, കണ്ണിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി, പ്രശ്നങ്ങളാണ്, കിഡ്നിക്ക് കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. അച്ഛൻ 2 നിലയുടെ താഴെ വീണ് വലിയ പരിക്ക് പറ്റി കിടക്കുവാണ്. മാനസികമായിട്ട് പലവിധ വിഷമങ്ങളുമൊക്കെ ഇവർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് അമ്മ ഭയങ്കര ഡൗണാണ് മെൻ്റലി. നമ്മളെ വളർച്ചയും കാര്യങ്ങൾക്ക് ഉപരി അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോവുകയാണ്. ഞാൻ പൈസ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഞാൻ അവരെ ജോലിയിൽ നിന്ന് തടസ്സം ചെയ്യേണ്ട കാര്യമില്ല. എനിക്കൊരു അഭിമാനക്കുറവുമില്ല എൻ്റെ അമ്മ ഇന്നും തൊഴിലുറപ്പിന് പോകുകയെന്ന് പറയാൻ കാര്യം. അവർ അധ്വാനിച്ച് തന്നെ ജീവിക്കുന്ന സ്ത്രീയാണ്. അമ്മ ഇന്നും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം എൻ്റെ വീട് ഞാൻ ഇതുവരെയും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല.
ഞാൻ ഇങ്ങനെയുള്ള ഒരു ഷോയും നാട്ടിൽ കാണിക്കാനും ഞാൻ പോയിട്ടില്ല. ഞാൻ വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെ വീട് ഇപ്പോഴും അത് ചെയ്ത് കൊടുക്കണ്ടേ? അച്ഛനും അമ്മയും താമസിക്കുന്ന വീടല്ലേ അത്? അല്ല, അവർക്ക് താമസിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പറയുന്നത് വലിയ മേളിലൊരു നിലയൊക്കെ കെട്ടി ഷോയൊന്നും കാണിക്കാൻ ഞാൻ പോയില്ല. അത് അവർക്ക് രണ്ടുപേർക്കും താമസിക്കാനത് കംഫർട്ടാണ്, ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ അമ്മ കണ്ടിട്ട് അമ്മ വിചാരിച്ചു വീട് പോലീസ് പോലെ എന്നെ പിടിച്ചോണ്ട് പോയത്, എന്തോ സംഭവം, സുഖമില്ലായിരിക്കുന്നു. അച്ഛൻ വിചാരിക്കും ജീവപര്യന്തത്തിൽ ഇവനകത്തോ എന്തോ അതെന്ന് ഇവർക്ക് എത്ര ഗ്രാവിറ്റി ഇല്ലല്ലോ. പച്ച കള്ളം പറഞ്ഞുകൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് മറ്റൊരു ആളെ ആക്ഷേപിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഒരു നിമിഷം ഇവർ ചിന്തിക്കണ്ടേ? ഇത് ഇങ്ങനെയുള്ള ഒരുത്തന് ഞാനൊരു വോയിസ്, ഫോൺ എടുക്കാഞ്ഞിട്ട് ഞാൻ അവനെ വോയിസ് അയച്ചു. എനിക്കറിയാം ഞാൻ ആ വോയിസ് അയച്ചാൽ അവനത് വീണ്ടും വീഡിയോ ചെയ്യും. ഞാൻ അവനെ അളക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇവനത് മനസ്സിലാവണ്ടേ? നമ്മളെന്ത് പൊട്ടന ഞാൻ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അയക്കൂ? എനിക്കറിയാമല്ലോ ഇവന്മാർ അതല്ലേ ചെയ്യൂ. കിട്ടിയത് വിറ്റ് തിന്നുക, ജീവിക്കുക, ആരുടെ ജീവിതം. പിന്നെ മൂന്നാമത്, അൾട്ടിമേറ്റ്ലിയും എല്ലാ മനുഷ്യരുടെയും തകർച്ചയാണ് ആഘോഷമാക്കുന്നത്, സക്സസ് ആഘോഷമാക്കാറില്ല. ഉണ്ണി മൂന്നിനെതിരെ കേസെടുത്തു എന്നത് എല്ലാവരും ആഘോഷിക്കും. ഉണ്ണിക്ക് പണി കിട്ടി. അഖിൽമാരാർക്കെതിരെ കേസെടുത്തു എന്നത് ആഘോഷിക്കും. ജാമ്യം കിട്ടിയെന്നത് പറയാം. പക്ഷേ അഖിൽമാരാർ ആ പറഞ്ഞ വാചകം അഖിൽമാരാരുടെ ലൈഫിൽ തെറ്റാ. അഖിൽമാരാരെന്ന് പറയുന്ന മനുഷ്യന്റെ വിജയം വലിയ രീതിയിൽ ആഘോഷിച്ചവരാണ്. അത് അന്നാതായിരുന്നു റീച്ച്. അന്ന് വിജയം എന്തായാലും തിരിച്ചുകൊണ്ടായിരുന്നു. നമ്മളെ ആക്ഷേപിക്കാൻ കിട്ടിയ പോയിന്റുകളിലെല്ലാം മാക്സിമം ആക്ഷേപിച്ച്. ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ ആക്ഷേപത്തിന് റീച്ച് കുറഞ്ഞു. എന്നോട് ഒരാൾ പറഞ്ഞാണ്, അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് അഖിൽമാരാരുടെ ഫ്ലെക്സുകൾ കൊട്ടാരക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. മാരാർക്ക് സ്വീകരണം നൽകാൻ മുന്നിൽ നിന്നു. പക്ഷേ മാരാര് പിന്നെ എന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല, എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. ഒരാൾ വളരെ സങ്കടത്തോടെ എന്നോടൊരു പരാതി പറഞ്ഞു. ആ ആള് ഇന്നേ ദിവസം എന്നെ വിളിച്ച് എന്താണ് നടന്നതെന്നും എന്താണ് യാഥാർത്ഥ്യമെന്നും തിരിച്ചറിഞ്ഞ് വലിയ വിഷമത്തോടു കൂടിയിട്ട് തന്നെ എന്നോട് സോറി പറഞ്ഞ്, അഖിലേട്ടൻ എപ്പോൾ വന്നാലും ഇനി എനിക്ക് കാണണം എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചു. അന്ന് ഇതൊന്നുമല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ മറ്റ് ചിലർ ഉദ്ദേശം. ഇപ്പോൾ ഫ്ലെക്സ് വെച്ചു എന്ന് പറയുമ്പോൾ ഫ്ലെക്സിൻ്റെ അടിയിൽ പരസ്യമുണ്ട്. പരസ്യം എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല വയ്ക്കുന്നത്, എൻ്റെ മകം കൊണ്ട് ആ സമയത്ത് അവർക്ക് റീച്ച് കിട്ടുക. അപ്പം അതങ്ങനെ ഈസിലി കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ പയ്യന് അത് പെട്ടെന്ന് മനസ്സിലാവത്തതുമില്ല. മറ്റേ ഒരു ഉദ്ദേശം മാർക്കറ്റിംഗ് ആണ്. ബിഗ് ബോസ് വിന്നറെ അവിടെ കട്ട് ചെയ്ത്, ഞാൻ അഖിൽമാരാർ നല്ല കേട്ടോ പറയുന്നത്, അവിടെ അൾട്ടിമേറ്റ്ലി അഖിൽമാരാരൊന്നും അല്ല അവിടുത്തെ പ്രശ്നം. അപ്പം നമ്മൾ അവിടെ ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഇപ്പം ലാലേട്ടൻ 20 കോടി രൂപ ഒരു സിനിമയ്ക്ക് ലാലേട്ടൻ വാങ്ങുന്നുണ്ടെങ്കിൽ അത് മേടിച്ചു കൊടുക്കാനാണ് ആന്റണി പെരുമ്പാവൂർ ശ്രമിക്കേണ്ടത്. അവിടെയാണ് അയാൾ നല്ല മാനേജർ. ഉറപ്പായിട്ട് എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, രോഹിത്, ഈ അഖിൽമാരാര് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഒരുപാട് ഇന്റർവ്യൂ രോഹിത് എടുത്ത്, നിങ്ങൾ നാട്ടുകാരല്ലേ, എന്തുകൊണ്ടാണ് അഖിൽമാരാർ പറയുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ചോദിക്കാതെ തന്നെ എന്നോട് പറഞ്ഞുടാ ഇത്ര രൂപയാണെങ്കിൽ നമുക്ക് എടുക്കാമെന്ന്. അതെന്തിനാ അയാൾ പൈസ ചോദിച്ചത്? അപ്പം ഞാൻ അയാളോട് പറഞ്ഞ മറുപടി, അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കത് വൈകാരികമായി ചിന്തിക്കുമ്പോൾ അയാൾ തന്നില്ലല്ലോ എന്ന് ചിന്തിക്കുക. രണ്ട്, അവനും കച്ചവടക്കാരനാണ്, അയാൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാർഡും ഉണ്ട്, അതിനെ വിൽക്കാൻ പറ്റുന്ന സമയമാണ്. അല്ലാതെ കച്ചവടത്തിൻ്റെ അല്ലല്ലോ ഇത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ, അതായത് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസേ നമ്മളെ മുന്നോട്ട് നയിക്കത്തുള്ളൂ. ഇവിടെ ഫ്രീ ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞ് നടക്കുന്ന കൂറകൾ ഇഷ്ടം പോലുണ്ട്. ഞാനും, അതായത് സ്റ്റാൻഡേർഡ് ഇൻ്റർവ്യൂ കൊടുക്കുന്നവരുണ്ട്, ക്വാളിറ്റി ഇൻ്റർവ്യൂസ് ഉണ്ട്. പക്ഷേ എന്ത് കൂറത്തരങ്ങൾ കാണിച്ചും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും അവരും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ എനിക്ക് എന്നോട് അപമാനം തോന്നുന്നു. എനിക്കവിടെ പൈസയല്ല പ്രശ്നം. നമുക്ക് എപ്പോഴാണ് ഒരാൾ നമുക്ക് പൈസ തരുന്നത്? നമുക്കൊരു മൂല്യമുള്ളപ്പോഴാണ് നമുക്ക് പൈസ തരുന്നത്. നമ്മളൊരു കടയിൽ കയറിയിട്ട് ഒരു സാധനം മേടിക്കുമ്പോൾ ആ ചെരുപ്പത്ര അത് 5000 രൂപ, മറ്റേത് അത് 2500, അത് 1000. ആ വലത്തേറ്റത്തൊരു സാധനം ഇരിപ്പുണ്ട്, അത് ഫ്രീയാണ്, നിങ്ങൾ എടുത്തോ പറഞ്ഞാൽ നമ്മൾ എടുക്കില്ല. ഇത് മനുഷ്യൻ പോലും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളോട് ഗുണനിലവാരം നോക്കാതെ നമ്മൾ ഈ താല്പര്യം കാണിക്കുന്നത്. അവിടെ ഞാനും എന്നെ വളർത്തുക എന്ന് പറയുന്നൊരു പ്രാധാന്യം എനിക്കുണ്ട്. ഇപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ജോജി ചേട്ടൻ. ഞാൻ ജോജി ചേട്ടനോട് ബന്ധത്തിൻ്റെ പുറത്താണോ സിനിമ എടുക്കേണ്ടത്, അതോ ഒരു നല്ല കഥ പോയി പുള്ളിയോട് പറഞ്ഞ്, അതായത് അയാളോട് കഥ പറയാനുള്ളൊരു സാഹചര്യം ഞാൻ സൃഷ്ടിക്കണമെങ്കിൽ ഞാനൊരു മികച്ച കഥയുണ്ടാക്കണം, അയാൾ ആ സമയത്ത് വാങ്ങുന്ന റെമ്യൂണറേഷൻ കൊടുക്കണം. ഇല്ലേ? ബന്ധമെന്ന് പറയുന്നത് കൊമേഴ്സ്യലി നമുക്ക് പറ്റിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. ഇപ്പം ലാലേട്ടനോട് ആന്റണി പെരുമ്പാവൂർ, ലാലേട്ടൻ നല്ലൊരു സബ്ജക്റ്റ് ഉണ്ട്, അല്ല ഞാനൊരു കഥ കേട്ടു, ലാലേട്ടൻ അങ്ങ് ചെയ്യണേ, നമ്മൾ തമ്മിലൊരു വലിയ ബന്ധമായിരിക്കില്ല, ലാലേട്ടൻ അങ്ങ് ചെയ്തു, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നല്ല കഥ കേൾക്കണം, അദ്ദേഹത്തിന് എത്രയാണോ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിൽ ഒരു മൂല്യമുള്ളത് ആ മൂല്യത്തെ കൊടുക്കണം. അല്ലെങ്കിൽ ഒരു തവണയെ നമുക്കത് നടക്കും. രോഹിത്തിന് ഇപ്പം എനിക്ക് പുറത്തൊരാൾ ഇൻ്റർവ്യൂവിന് എനിക്ക് പൈസ തന്നുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് ഞാൻ രോഹിത്തിന് ഫ്രീ ആയിട്ട് തന്നാൽ അൾട്ടിമേറ്റ്ലി വേറൊരാൾ എൻ്റെ അടുത്ത് പറയും അവിടെ കൊടുത്തില്ല, അപ്പം അവൻ എൻ്റെ ശത്രുവാകും. അപ്പം ഞാൻ അതൊക്കെ വരും. ഇപ്പം ഹൈദർ എൻ്റെ അടുത്ത്, ഹൈദർ എൻ്റെ ഇത്രയും ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളൂ. പക്ഷേ ഹൈദർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഹൈദർ ഇങ്ങോട്ട് പറയുക, പൈസ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്കത് ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നു? ഇപ്പോൾ ഞാൻ വീണ ഇത് ബിഹൈൻഡ് വിട്ടതിന് ശേഷം സ്വന്തമായിട്ട് ചാനൽ തുടങ്ങി. ഇപ്പോൾ അവൾ വിളിച്ചു, അഖിലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തരുമോ?
ഞാൻ പറഞ്ഞു എടി ഞാൻ പെയ്ഡ് ഇൻ്റർവ്യൂ അല്ലേ കൊടുക്കുന്നത്, അപ്പം ഇപ്പം നിനക്കത് തന്നു കഴിഞ്ഞാൽ പിന്നെ കാര്യം ഓരോരുത്തർ ഓരോരോ റീസൺ പറയും. അപ്പോൾ അവളിങ്ങനെ റിക്വസ്റ്റൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു ശരി, ഞാനൊരു ഹെൽപ്പ് ചെയ്യാം. ഞാനൊരു 3 സ്പോൺസർമാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഇതേണക്ക് നമ്മളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്, വീണയാണ് ചെയ്യുന്നത്. 3 പേര് അവൾക്കൊരു എമൗണ്ട് കൊടുത്തു. എനിക്ക് തരേണ്ട എമൗണ്ടിനെക്കാട്ടിയും കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു അയ്യോ ഇങ്ങനെയാണോ കാര്യം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ ശേഷി ഉണ്ടാവണം. ഇപ്പം നിനക്ക് പ്രയോജനപ്പെട്ടു, എനിക്ക് പ്രയോജനപ്പെട്ടു. അതേസമയം നീ എന്നെ ഫ്രീ ആയിട്ട് വിളിച്ച് ഞാൻ വന്നു, ഞാൻ ഫ്രീ ആയിട്ട് വന്നു, എനിക്ക് പ്രയോജനമൊന്നുമില്ല. നിനക്ക് പോലെ പറയണ്ട, നിനക്കും പ്രയോജനമൊന്നുമില്ല. ഉള്ളി നിനക്ക് കോണ്ടന്റ്. അതേസമയം വിൽക്കാൻ ശേഷിയുള്ള ഒരാളെയാണോ നമ്മുടെ കൈ കിട്ടിയത്, സ്പോൺസേഴ്സിനെ വിളിക്കുക. പക്ഷെ ഞാനന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാത്രമല്ല ന്യൂസ് ചാനൽ മാത്രമല്ല, അത് ഞാനല്ല ഡിസിഷൻ മേക്കർ. സോ അന്ന് വേറെ മാനേജ്മെന്റ് ഉണ്ട്. സോ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് പോട്ടെ. നമുക്ക് എപ്പോഴും നമ്മുടേതായ ഒരു വില. അല്ല, ഞാൻ ഇത് സംസാരിക്കേണ്ടി വന്ന വിഷയം നാട്ടിലുള്ള ചിലർക്കെങ്കിലും അഖിൽമാരാർ അഹങ്കാരിയാണ് എന്നൊരു ചിത്രം ഇപ്പോഴും നിൽക്കുന്നു എന്ന് ഒരു പ്രശ്നമല്ല. അതിപ്പോൾ ഞാൻ അഹങ്കാരി തന്നെയാണ് കേട്ടോ. അഹങ്കാരത്തിനൊന്നും എനിക്ക് കുറവൊന്നുമില്ല. പക്ഷേ അത് ആരെയും ദ്രോഹിക്കണം എന്നുള്ള അഹങ്കാരമൊന്നുമല്ല. എൻ്റെ വ്യക്തിത്വം കീപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ശരികൾക്കൊപ്പം തന്നെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോകും. ഈ സോറി പറയണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സോറി പറയും. ജോജോ ജോർജ് അടുത്ത സുഹൃത്തായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പോൾ അല്ലെന്നാണ്. ജോജി ചേട്ടൻ്റെ അടുത്തെന്ന് പറയുന്നത് അദ്ദേഹം പണി സിനിമ ചെയ്തപ്പോൾ ഡയറക്ഷൻ്റെ ഭാഗമാകാൻ വിളിച്ചതാണ്. അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യാൻ വിളിച്ചതാണ്. ഇതെല്ലാം ഞാൻ നോ പറഞ്ഞത് എന്തുകൊണ്ടാണ്? എനിക്ക് ആ നിമിഷം അത് ചെയ്തിൽ അവിടെ ലോക്കാവുന്നതിനെക്കാട്ടിലും എനിക്ക്, കാരണം ഞാൻ ഫിനാൻഷ്യലി ഭയങ്കര വീക്കായിരുന്നു. എനിക്ക് 5.25 ലക്ഷം രൂപയുടെ കാർഷിക വായ്പ എടുത്തിട്ട് ഒരു വർഷം 8,000 രൂപ അടയ്ക്കാൻ ഗതിയില്ലാത്തവനായിരുന്നു ഞാൻ. ഒരു വർഷം ആ കാർഷിക വായ്പ ഞാൻ മുടക്കി. 15,000 രൂപയുടെ ഒരു ക്രെഡിറ്റ് കാർഡിനകത്ത് പൈസ അടയ്ക്കാൻ പറ്റാതെ അത് 38,000 രൂപയാക്കി ക്രെഡിറ്റ് കാർഡ് അവിടെ കിടക്കുന്നു. 12,000 രൂപ എൻ്റെ i20ക്ക് CC അടയ്ക്കാനില്ലാതെ, ഇൻഷുറൻസ് ഇല്ലാത്തൊരു വണ്ടിയും കൊണ്ട് ഞാൻ ഒരു വർഷം നടന്നു, ഒരു മനുഷ്യനറിയാതെ. കാര്യം എൻ്റെ ചിന്ത എന്നറിയോ, വണ്ടി ഇടിച്ച് ചാവുന്നേ ചാവട്ടെ. കാരണം ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയല്ലോ, ഞാൻ വീടും കുടുംബമൊക്കെ ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് വന്നല്ലോ. ഇൻഷുറൻസ് എടുക്കാൻ എൻ്റെ പൈസയില്ല. ഈ 2 ലക്ഷം രൂപ കാർഷിക വായ്പ എടുത്തിട്ട് ഒരു വർഷം അടയ്ക്കാനുള്ള 8,000 രൂപ എൻ്റെ കയ്യിലില്ല. ക്രെഡിറ്റ് കാർഡ് അടയ്ക്കാൻ എൻ്റെ ഈ പൈസയില്ല. കാരണം എനിക്ക് തിന്നാനും കുടിക്കാനുള്ള പൈസ വരുന്ന എൻ്റെ കൂട്ടുകാരാണ്. ആ സാഹചര്യത്തിൽ നിന്ന് ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോൾ ഈ 2 ലക്ഷം 5.25 ലക്ഷം രൂപയായി കാനറ ബാങ്കിൽ ക്ലോസ് ചെയ്യണം. കാര്യം എനിക്ക് ലോൺ എടുക്കണമെങ്കിൽ എല്ലാം കൊണ്ട് ലിക്വിഡ് മണിയിൽ മേടിക്കാൻ പറ്റില്ലല്ലോ, ലോൺ എടുക്കണ്ടേ. ഞാൻ 5.25 ലക്ഷം രൂപ അടച്ച് ക്ലോസ് ചെയ്തു. വില്ലേജ് ഓഫീസിലെ റവന്യൂ റിക്കവറി ചാർജ് ഉൾപ്പെടെ അടച്ചുകൊണ്ട് 15,000 രൂപയുടെ ക്രെഡിറ്റ് കാർഡ് 80,000 രൂപ വരായി. ആ സമയത്ത് അടച്ച് ഞാൻ ക്ലോസ് ചെയ്തു. 7,000 രൂപ പണ്ട് മുത്തൂറ്റിൽ ഒരു വണ്ടിയുടെ പെൻഡിങ് എമൗണ്ട് കിടപ്പുണ്ടായിരുന്നു. ഒരു ഹോണ്ട ടിസ്റ്റർ, അന്ന് CC അടയ്ക്കാൻ പറ്റാതെ ബാങ്കുകാർ പിടിച്ചുകൊണ്ട് പോയതാണ്. ആ 7,000 രൂപ പെൻഡിങ് ഉണ്ടായിരുന്നു. ആ 7,000 രൂപ 1,40,000 രൂപയായി കിടക്കുകയാണ്. സിബിൽ സ്കോർ മാറണമെന്നുണ്ടെങ്കിൽ 1,40,000 അടയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ മാനേജറെ വിളിച്ച് സംസാരിച്ചു, ആ എമൗണ്ട് കുറച്ചു. അവർ ഒരു സെറ്റിൽമെൻറ്റ് വെച്ചിട്ട് അതും അടച്ച് ക്ലോസ് ചെയ്തു. ഇതെല്ലാം എമൗണ്ടുകളും ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ നൂരുന്നത്. പിന്നെ കടം, സുഹൃത്തുക്കളിൽ നിന്ന് മേടിച്ചേക്കുന്ന, ഇവരൊന്നും കടം മേടിച്ച് അവരൊന്നും കടമായിട്ട് തന്നവരല്ല, അല്ലാത്തുള്ള കടങ്ങൾ 2-3 ലക്ഷം രൂപയുടെ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊടുത്ത് തീർത്തു. 10-20 ലക്ഷം രൂപ ആദ്യം കടം കൊടുത്ത് തീർക്കലായിരുന്നു പരിപാടി. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ പരിപാടി. അതിനുശേഷമാണ് വണ്ടി എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഇത് ഇപ്പം എന്തായിരുന്നു ചോദിച്ചത്, നമ്മുടെ അഹങ്കാരത്തിൻ്റെ കാര്യമല്ലേ ഇപ്പോൾ ചോദിച്ചത്. അഹങ്കാരം സോറി ജോജു ജോർജുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ പണി സിനിമ പകുതിയായ സമയത്ത് അതൊക്കെ ഉപേക്ഷിച്ചതിന് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. കിട്ടുന്ന വർക്കുകൾ മാക്സിമം യൂസ് ചെയ്യുക, കിട്ടുന്ന പരസ്യങ്ങൾ മാക്സിമം പിടിക്കുക. അത് എത്തിക്സ് ഇല്ലാത്ത ഒരു പരസ്യവും ചെയ്തിട്ടുമില്ല. മാന്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്തു. പണിയുടെ പൂജയ്ക്ക് ഞാൻ പോയി നിലവിളക്ക് കൂടെത്തി. ജോയിച്ചേട്ടൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഒരു സമയത്ത് ഒരു ആൻ്റണി സിനിമയുടെ പോസ്റ്റർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് പ്രശ്നമുണ്ട്. കാര്യം എൻ്റെ ഇൻകം ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഞാൻ ഒരു സിനിമാ പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്താൽ ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. ആൻഡ്രോ ചേട്ടൻ സുഹൃത്താണ്, വിജയബാബു സുഹൃത്താണ്, ലിസ്റ്റിൻ വിളിക്കും, പിന്നെ എല്ലാവരെയും പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ അൽഗോരിതം കട്ടാവും, റീച്ച് പോകും. കാര്യം നമ്മൾ വെറുതെ പോസ്റ്റിങ് ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മുടെ ഇൻകം കട്ടാവും. അങ്ങനെ അപ്പം ജോയിച്ചേട്ടന് ചെറിയൊരു വിഷമം തോന്നി. കാര്യം ജോയിച്ചേട്ടൻ അത്ര ഡീപ്പായിട്ട് ചിന്തിച്ചില്ല. ശരിയായിട്ടാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കളഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യലി പടം ഭയങ്കര വലിയ പൈസയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഉപദേശ രൂപേണ ജോയിച്ചേട്ടാ ഇത്രയും ബഡ്ജറ്റ് അങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങിയപ്പം പുള്ളിക്ക് അന്നേരത്തെ പുള്ളിയുടെ മാനസികാവസ്ഥയും വേറൊരു മാനസികാവസ്ഥയിലൊക്കെ ആയിരുന്നു. പിന്നെ റിലീസായി കഴിഞ്ഞ് ജോയിച്ചേട്ടൻ ഏതോ ഒരു പയ്യനെ വിളിച്ച്, എന്നെ വിളിച്ചൊന്നുമില്ല, റിലീസായ സമയത്തൊന്നും വിളിച്ചൊന്നുമില്ല. നമ്മൾ പക്ഷേ പടം കണ്ടു, ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ സ്റ്റോറി ഇട്ടു. അതിനുശേഷമില്ല പയ്യൻ വിളിച്ചിട്ട് ജോയിച്ചേട്ടൻ ആകെ ബഹളമായി, പ്രശ്നമായി. ഞാൻ വീണ്ടും ജോയിച്ചേട്ടനെ അനുകൂലിച്ചുകൊണ്ട്, കാരണം നമുക്ക് ആ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ അറിയാം.
ശുദ്ധനാണ്. സംസാരിച്ചു, എന്നെ വിളിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഇവിടെ അടുത്തൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്, നിന്നെ ഒരു ലീഡാക്കിയിട്ടുള്ളൊരു പടമൊക്കെ നമുക്ക് ആലോചിക്കാം. സംസാരിച്ചു, നമുക്കൊന്ന് കറങ്ങാൻ പോയി, യൂറോപ്പിലൊക്കെ നമുക്കൊന്ന് കറങ്ങാൻ പോകാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് രണ്ടുപേർക്ക് സമയം കിട്ടിയില്ല. പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്നു. എനിക്കും അല്ലാതെ പരിപാടി വരുന്നുണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, വേറെ പരിപാടി, വേറൊരു പടം, 1-2 പടങ്ങൾ ഞാനും കമ്മിറ്റ് ചെയ്തു. ഞാനും തിരക്കാണ്. അതാ ഞാൻ സത്യം പറഞ്ഞാൽ രോഹിത്തെ കഴിഞ്ഞ മാസം വിത്ത് ടാക്സ് അടച്ച 10 ലക്ഷം രൂപയുടെ വർക്ക് ഞാൻ ചെയ്തു. ഇപ്പോൾ ഈ കേസ് വരുന്നതിന് തൊട്ട് മുമ്പത്തെ മാസം GST അടച്ച കേട്ടോ. 10 ലക്ഷം എന്ന് പറയുമ്പോൾ 1,80,000 രൂപ GST അടച്ച കാര്യമാണ് ഞാനീ പറയുന്നത്. ഞാനിത്ര ഓപ്പണായിട്ട് ഞാൻ പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിയമത്തിന് വിട്ടോ അല്ലെങ്കിൽ അഖിൽമാരാർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കള്ളന്മാർക്ക് ഇവിടെ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യത്തെ എതിർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ്, നമുക്ക് നേരെ ഒന്നും വരാനില്ല എന്നുള്ളത് അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരുടെ അടുത്തും പേഴ്സണലി വലിയ സൗഹൃദമുണ്ട്. ഇപ്പം ആൻഡോ ചേട്ടൻ 2 ദിവസം മുമ്പ് വിളിച്ച സമയത്ത് തമാശയ്ക്ക് ചോദിച്ചു, അപ്പോൾ ഞാൻ പറയും, നമ്മൾക്ക് കേസിലൊക്കെ പെട്ടപ്പോൾ എന്താ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അഖിലിനെ സംബന്ധിച്ച് ഇതൊക്കെ പുത്തിരിയുള്ള കാര്യമല്ലോ. ബിബിൻ ജോർജ് വിളിച്ചപ്പോൾ ബിബിൻ്റെ അടുത്ത് ഇതിന് എൻ്റെ പുതിയ പടം ഇറങ്ങുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ട്രെയിലർ ലോഞ്ചിന് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കേസിലൊക്കെ പെട്ട് രാജ്യദ്രോഹിയൊക്കെ ആയിട്ടിരിക്കുക ബിബിനെന്നൊക്കെ പറഞ്ഞു. ബിബിൻ പറഞ്ഞു, അഖിലേട്ടനെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമില്ല. അപ്പോൾ ഈ എന്നോട് അടുപ്പമുള്ള മിക്ക ആൾക്കാരും കരുതുന്നത് അഖിൽ ഇങ്ങനെ കൂടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാക്കും, കേസൊക്കെ വരും, പുള്ളി അത് കൈകാര്യം ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഗ്രാവിറ്റി ഒന്നും അവരാരും മനസ്സിലാക്കിയില്ല. അടുപ്പമുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ ചിലർ ഗ്രാവിറ്റി ഒന്നും മനസ്സിലാക്കാത്തതുകൊണ്ട് നിൽക്കുന്നു. പിന്നെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ. ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ശബ്ദം കൊണ്ട് പ്രയോജനപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ. അത് ജനം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ നിർത്തി, എനിക്കെന്താ പ്രശ്നം? എനിക്ക് ജീവിക്കാനുള്ളതൊക്കെ ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ മുന്നോട്ട് ഒരു തടസ്സങ്ങളും ഇനി ഒന്നും വേണ്ട രോഹിത്ത്. നാളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി. ഞാൻ ഇപ്പോൾ എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, അഖിലൊരു മറുനാടൻ ഷാജൻ്റെ ഒക്കെ കൂട്ട് അഖിലെ ഒരു വലിയ ന്യൂസ് ചാനൽ അഖിലിൻ്റെ നേതൃത്വത്തിൽ ചെയ്താൽ എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അത് മാത്രം ചെയ്തുകൊണ്ടിരുന്നാലും എനിക്ക് നല്ല പൈസ ഉണ്ടാക്കാം. എനിക്ക് അതിനുള്ള ശേഷിയുണ്ടല്ലോ, സംസാരിക്കാൻ. അങ്ങനെ നിങ്ങൾക്കൊരു ഭീഷണിയായിരിക്കും. അപ്പോൾ അല്ല ഒരു മിനിറ്റ്, ഇത് നമ്മൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. അതെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ നാളിതുവരെ യൂട്യൂബിൻ്റെ വരുമാനം ശ്രദ്ധിക്കാത്ത ഒരാളാണ്. യൂട്യൂബിൽ എന്നെ വിറ്റ് കാശാക്കുന്ന നിരവധി ആൾക്കാരുള്ളപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലെ കണ്ടന്റുകൾ എടുത്ത് ലക്ഷക്കണക്കിന് വ്യൂസ്. ഇപ്പം തന്നെ ഈ രാജ്യദ്രോഹ കേസെന്ന് പറഞ്ഞ് ഒരാളുടെ 48 ലക്ഷം വ്യൂ, 17,000 സബ്സ്ക്രൈബർ. അഖിൽമാരാരുടെ ലൈവുകൾ മാത്രം കൊണ്ടുപോയിട്ട് പൈസയാക്കുന്ന അതുകൊണ്ട് അല്ല പക്ഷെ അത് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിൽ ആക്ച്വലി 1 മില്യൺ വ്യൂസ് കിട്ടുമ്പം $30-35 കിട്ടുന്നത്. 1 മില്യൺ വ്യൂസിന് 30. പിന്നെ നമ്മുടെ ഫാൻ പേജ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അഖിൽമാരാരുടെ പേജ് നോക്കുന്ന ആളെ ഞാൻ പരിചയപ്പെട്ടി തോന്നാളാ. അവനറിയാം. അവൻ എനിക്ക് എത്ര വരുമാനം കിട്ടും, ഞാൻ ചെയ്താൽ വരുമാനം കിട്ടും, അവനും അറിയാം. അവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, അഖിലേട്ടാ ഒരു വീഡിയോ ഒന്ന് യൂട്യൂബിലിട്ടാൽ ഒന്ന് അനങ്ങും. ഞാൻ വേണ്ട, നമുക്ക് ആ ഇൻകം വേണ്ട എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും ഒരുപാട് സമയം സംസാരിക്കാൻ സാധിച്ചു. താങ്ക് യു. തീർച്ചയായിട്ടും രോഹിത്തെ സന്തോഷം. നമ്മൾ പഴയ പരാതികളുണ്ടല്ലോ, രോഹിത്തിൻ്റെ ഒപ്പമുള്ളൊരു ഇൻ്റർവ്യൂ. അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച് അല്ല, ഒരിക്കലും പരാതി എന്നുള്ളതല്ല. ഒരിക്കൽ അല്ലല്ല, ഞാൻ തമാശയായിട്ട് ഞാൻ അന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലാണ് നമ്മുടെ സുഹൃത്ത് കൃഷ്ണകുമാർ ഞാനിപ്പം അങ്ങോട്ട് ആക്ച്വലി ഇതെനിക്ക് ഫിനാൻഷ്യലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർവ്യൂ ആകാം. 100% ഞാൻ വേണ്ടെന്ന് വെച്ചതാണ് കേട്ടോ. ഇതിപ്പം സമൂഹത്തോട് പറയും. അല്ല 100% പ്രത്യേകിച്ച് അഖിൽമാരാര് ഈ ഒരു വിഷയങ്ങൾക്ക് ശേഷം ഞാൻ രോഹിത്തിനെ അങ്ങോട്ട് വിളിച്ചത്, ഒന്ന്, എനിക്ക് രോഹിത്തിനോട് ഒരു ഇഷ്ടമുണ്ട്. നിങ്ങളെന്ന് പറയുന്ന ആങ്കർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരു സുഹൃത്തെന്ന്, ഒരു അനിയനെ പോലെ ചേട്ടാന്നുള്ള വിളി ഉണ്ടായതുകൊണ്ട് അനിയാന്നുള്ളൊരു സ്നേഹമുണ്ട്. എനിക്ക് ചേട്ടാന്ന് വിളിക്കാനുള്ള പ്രായമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ അന്നോട്ട് ചേട്ടാന്ന് വിളിക്കുന്നത്. അതായിരിക്കും. നമ്മൾ ഒരുമിച്ച് ഇലക്ഷൻ മത്സരിച്ച് തോറ്റത് കേട്ടോ. ഞാനും ബ്ലോക്ക് ജനങ്ങൾ തോറ്റു. ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ച അതേ വർഷം തന്നെയാണ് താങ്കളും ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ചത്. രണ്ടുപേരും തോറ്റു. അപ്പോൾ രണ്ടായാലും എല്ലാവിധ ആശംസകളും. അപ്പോൾ ഒരു ഇലക്ഷൻ പരാജയത്തിന്റെ ഒരു വിഷമം, ജീവിതത്തിൽ ഒരു പരാജയം അവിടെ കിടക്കുന്നു, അത് ഒരു വലിയ വിജയത്തിലേക്കുള്ള പടിയാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. എല്ലാം ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒറ്റ കാര്യമാണ്, എല്ലാം എഴുതി വെച്ചേക്കുകയാണ്. ആ എഴുതി വെച്ചേക്കുന്നിടത്തേക്ക് ഞാൻ എത്തിയില്ലെങ്കിൽ എന്നെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അതിന് വേണ്ട പണികൾ ഞാൻ എടുത്തില്ലെങ്കിൽ മറ്റൊരാൾ എടുപ്പിച്ചുകൊണ്ട്. അതൊരു 8 വാർഡുകൾ ഒരു ചെറിയ 100 പേജിന്റെ നോട്ട് ബുക്കിലാണ് എഴുതിയെങ്കിൽ ഒരു 500 പേജിന്റെ വലിയ ബുക്കിലേക്ക് മണ്ഡലത്തിന്റെ കാര്യം. രാഷ്ട്രീയത്തെ കുറിച്ച് മാത്രമല്ല, സംഭവിക്കാനുള്ളതേ സംഭവിക്കൂ, അതിലേക്ക് നമ്മൾ എത്തും. അപ്പം അടുത്ത വർഷം ഞാൻ എന്താകണം, ഞാൻ ഏതാകണം, എന്നെ കൊണ്ട് എന്താണ് ഈ നാടിന് പ്രയോജനപ്പെടേണ്ടത് എന്ന് ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചെങ്കിൽ അതിലേക്ക് നമ്മൾ കൊണ്ടെത്തും. അത് തീരുമാനിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇനി തലകുത്തി മറിഞ്ഞാലും എത്തത്തില്ല. നിങ്ങളത് ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും വേറെ ആരൊക്കെ ഇരുന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഇതുപോലെ, ഞാനല്ലെങ്കിൽ മറ്റൊരാളും നാട്ടിൽ ഇപ്പം സെലിബ്രിറ്റി ആയിക്കോട്ടെ, ഒരു സെലിബ്രിറ്റി ആകുമ്പോൾ ഒരു വലിയ ശബ്ദമാണ് കിട്ടുന്നത്.
ഒരു 1000 പേർ 1000 മടത്തിരുന്ന് സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ പവർ കാണും ഒരാൾ പറയുമ്പോൾ 1000 പേര് കേൾക്കുന്ന ശബ്ദം. ആ ശബ്ദം ജനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക. തെറ്റുകളൊക്കെ പറ്റും, അത് നിങ്ങൾ ക്ഷമിക്കുക എന്ന് നമുക്ക് പറയാനുള്ളൂ. പക്ഷേ ആ ശബ്ദത്തെ നിങ്ങൾ അടിച്ചമർത്താൻ നോക്കിയാൽ അൾട്ടിമേറ്റ് ഇല്ലാതാവുന്നത് ഇവിടെ ശബ്ദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം ജനത കൂടിയാണ്. ഓക്കെ, താങ്ക് യു.